അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ഈശോ ഇന്ന് യാത്ര ചെയ്യുന്നവരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കിടപ്പ് അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ കടങ്ങൾ കയറി വന്നിട്ടുള്ളവരുണ്ട്. അതുപോലെ ജീവിക്കാൻ മാർഗമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാൻ പാലാതെ എഴുന്നേറ്റ് വെറുതെ ജീവോത്സവം പോലെ കുത്തിയിരിക്കുന്നവരുണ്ട്. തലക്ക് ഭാരം പിടിച്ചവരുണ്ട്. വല്ലപാടും ചത്താൽ മതി എന്ന് ഓർത്തുകൊണ്ട് ഹൃദയത്തിനും തലക്കും കനം തൂങ്ങിയവരുണ്ട്. അവരെല്ലാം ഞാൻ അഡ്രസ്സ് ചെയ്യുന്നു. കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇന്ന് ഈ ക്ലേശം പിടിച്ച മനുഷ്യർ
ദൈവത്തിൻ്റെ നാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ. നിന്നെ ബാധിച്ചിരിക്കുന്ന സങ്കടങ്ങൾ, സാമ്പത്തിക സങ്കടങ്ങൾ, അതുപോലെ തന്നെ നിന്നെ ബാധിച്ചിരിക്കുന്ന കുടുംബപരമായ ഭവിഷ്യത്തുകൾ, ഭാഗവടപ്പണി നടക്കാത്തവർ, നടത്തിക്കാത്തവർ, അതുപോലെ വീട് വെക്കാൻ അനുവദിക്കാത്തവർ, അതുപോലെ വഴിയില്ലാത്തവർ, വഴി കൊടുക്കാത്തവരെ, വഴി കൊടുക്കാൻ ന്യായമായിട്ട് വഴി കൊടുക്കാൻ പറ്റാത്തവർക്കും, അതുപോലെ വഴി കൊടുക്കാനേ പറ്റാത്തവർക്കും എല്ലാം കുടുങ്ങിപ്പോയവരുടെ കർത്താവേ, അവരെല്ലാം സന്ധിക്കണമേ, പുതിയൊരു മാർഗം കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വീശ്വരൻ നീക്കുവാമേ. 4:7 വായിച്ച്. ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എന്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. ഇത് നമ്മൾ അറിയാതെ വിട്ടുകളയണ ഒരു സംഭവമാണ്. ഇപ്പം ആൾക്കാർക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ പരീക്ഷ ജയിക്കണം, വസ്തു വിൽക്കണം, മകളെ കല്യാണം കഴിപ്പിച്ച് വിട്ടണം, അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകണം, നമുക്ക് തന്നെ നല്ല മാർക്ക് കിട്ടണം. അപ്പോൾ ഭൗതിക വിജയത്തിൽ നമുക്ക് ആണ് സന്തോഷം ഉണ്ടാകേണ്ടത്. നമ്മുടെ ഈ സന്തോഷം ഭൗതിക കാര്യങ്ങളിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് ഈ ഭൗതിക കാര്യങ്ങൾ നിറവേറാൻ വേണ്ടി ആണ് നമ്മൾ ദൈവത്തെ കക്ഷി ചേർക്കുന്നത്. ഇത് ദൈവിക സന്തോഷമായിട്ട് ഇതിന് ബന്ധമില്ല. ശരിക്കും ദൈവിക സന്തോഷത്തിന് ഭൗതികമായ ഉന്നമനങ്ങൾ ആവശ്യമില്ല. അതിനാണ് ഞാൻ എപ്പോഴും നിങ്ങളുടെ അഭിഷേകം എന്ന് പറയുന്നത്. അതാണ് ഒരു സങ്കീർത്തനം എന്താ പറയുന്നത്? ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ. അപ്പോൾ ധാന്യവും സമർത്ഥമാണ്, വീഞ്ഞും സമർത്ഥമാണ്. അതിന് അവർക്കുണ്ടായതിനേക്കാൾ സന്തോഷം കർത്താവെ എന്താ പറഞ്ഞത്? വായിച്ചതെന്ന്? ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എന്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചു. അപ്പോഴെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, അഭിഷേകത്തിൻ്റെ റിസൾട്ടായിട്ടുള്ള ഒരു ആനന്ദമാണ്. അത് ഒരിക്കലും ഭൗതിക വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയല്ല. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ ഏതെങ്കിലും തരത്തിൽ ഭൗതികമായ ഒരു ഇടറ് വരുമ്പോൾ, തോൽവി വരുമ്പോൾ, ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കഥയാണ്. പണ്ട് എൻ്റെ ഒരു സഹപ്രവർത്തനെ ഒരു കേസ് വന്നു. അദ്ദേഹം ഒരു വലിയ കച്ചവടം നടക്കുന്ന ആളാണ്. കച്ചവടക്കാരുടെ കിടമത്സരത്തിൽ നിന്ന് അദ്ദേഹത്തിന് വലിയൊരു ഇടറ് വന്നു. അപ്പോൾ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നുള്ള കണ്ടീഷൻസ് വന്നപ്പോൾ എന്നെ അദ്ദേഹം വിളിച്ചു. ആകപ്പാടെ ഇത് പ്രശ്നങ്ങളിങ്ങനെ ക്യൂ നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നൊരു ഉപദേശമുണ്ട്, ഒരു പ്രാർത്ഥനയുണ്ട്. എന്താ? ലോർഡ് ചേഞ്ച് ഹിസ് ഹാർട്ട് എന്ന് പറഞ്ഞു. അതാണ് എൻ്റെ മനസ്സിൽ വന്നത്. ഞാനൊന്നും ചിന്തിച്ച് പറഞ്ഞതല്ല. അപ്പോഴ് ആ ഒരു വിഷയത്തിന് അനപേക്ഷിതമായ ഒരു ഉപദേശം പ്രാർത്ഥനയുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് കൊടുത്തതാണ്. പക്ഷെ പിറ്റേ ദിവസം എന്നെ വിളിച്ചു. അപ്പോൾ ഞാനോർത്ത് ആള് അറസ്റ്റിലായി കാണുമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ എന്തെങ്കിലും എമർജൻസി ആയിട്ട് എന്തെങ്കിലും കോൾ ഉണ്ടെങ്കിൽ അത് രീതിയിൽ അനുഭവിച്ചിട്ട് വിളിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ അദ്ദേഹം അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല. പിന്നെയും അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല. ആ കേസ് അദ്ദേഹം ജയിക്കുകയും ചെയ്തു. പക്ഷെ അതല്ല, അദ്ദേഹം എന്നോട് പറഞ്ഞൊരു സത്യമുണ്ട്. പറഞ്ഞത്, അച്ഛനോട് സംസാരിച്ചതിന് ശേഷം പിന്നീട് എനിക്ക് വല്ലാത്ത ഒരു സന്തോഷം മനസ്സിൽ തോന്നിയെന്ന്. അപ്പം അന്ന് വരെ എനിക്ക് മനസ്സിലായിരുന്നു, നമ്മൾക്ക് ദൈവം നൽകുന്ന ഒരു സന്തോഷം പലപ്പോഴും ജയത്തെയോ പരാജയത്തെയോ അടിസ്ഥാനപ്പെടുത്തിയല്ല, ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു വിശ്വാസിക്ക് അതിനുള്ള സാധ്യതയുണ്ട്. ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തിന് വേണ്ടി ജീവിച്ച് മുന്നേറുമ്പോൾ നിനക്കും ഇത് അവകാശമാകും. കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് സവിത, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 24/6/2024 ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം, ഞാൻ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നാട്ടിൽ 10 വർഷം വർക്ക് ചെയ്തു. എല്ലാവരുടെയും ആഗ്രഹം പോലെ പുറത്തു പോകാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു. ആദ്യം കാനഡയ്ക്ക് പോകാൻ വേണ്ടി കെയർ ഗീവർ വിസയിൽ കാശ് കൊടുത്തു. പക്ഷേ ഏജൻസിക്കാർ പറ്റിച്ചു. അത് കഴിഞ്ഞ്
ജർമ്മൻ ഭാഷ പഠിക്കാൻ വേണ്ടി ചേർന്നു. ജോലിയും ഓൺലൈനും കൂടിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് രണ്ടും കൂടി പറ്റില്ല എന്ന് വിചാരിച്ചപ്പോൾ രണ്ടും കൽപ്പിച്ച് ജോലി നിർത്തുകയും ഡയറക്റ്റായിട്ട് ജർമ്മൻ ഭാഷ പഠിക്കാൻ വേണ്ടി ചേരുകയും ചെയ്തു. 2 തവണ ഞാൻ B1 എക്സാം എഴുതി. 3ാമത്തെ തവണ എക്സാം എഴുതിയതിന് ശേഷമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അതിനു മുമ്പ് കൃപാസനത്തെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. എൻ്റെ മമ്മി പറഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തതിന് ശേഷം റിസൾട്ട് വന്നപ്പോഴും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേറെ 2 ചേച്ചിമാരും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു നമുക്കിനി ജർമ്മൻ ഭാഷ പഠിക്കേണ്ട, നമ്മളെ കൊണ്ട് അത് പറ്റത്തില്ല, നമുക്ക് വേറെ നാട്ടിലെവിടെയെങ്കിലും ജോലിക്ക് കയറാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് 2:30 മണിയായപ്പോൾ എന്നെ ഒരു ഏജൻസിക്കാർ വിളിക്കുവാണ്. ഇതുപോലെ നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ജർമ്മൻ ഭാഷ പഠിക്കുവാൻ നിങ്ങൾക്കൊരു അവസരമുണ്ട്, പഞ്ചാബിൽ വെച്ചാണ് ക്ലാസ് നടത്തുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി തീരുമാനിച്ചു പഞ്ചാബിലോട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ 30 പേരുണ്ടായിരുന്നു. 30 പേരും പഞ്ചാബിൽ പോയി. അവിടെ നിന്ന് A1ഉം A2ഉം B1 എക്സാം പാസ്സായി. പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും കൃപയാൽ ഒരു പൈസ പോലും ചിലവില്ലാതെ ഞങ്ങൾ 30 പേരും A1ഉം A2ഉം B1 എക്സാം പാസ്സായി. 2024 ഓഗസ്റ്റ് 2-ാം തീയതി ജർമ്മനിയിലേക്ക് പോകാനുള്ള ഭാഗ്യം ലഭിച്ചു. ഞാൻ ഇവിടെ നിന്ന് ജർമ്മനിലേക്ക് പോയപ്പോൾ ഒരു കാര്യമേ ആഗ്രഹിച്ചുള്ളൂ, എൻ്റെ ഉടമ്പടി ഒരു കാരണവശാലും മുടങ്ങിപ്പോവരുത്, അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞ് അന്ന് തന്നെ വൈകുന്നേരം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി പള്ളി അന്വേഷിച്ചു പോയി. പക്ഷെ അവിടെ ചെന്നപ്പോഴറിഞ്ഞത് ആ പള്ളിയിൽ മാസത്തിൽ 1 തവണയേ കുർബാനയുള്ളൂ. അത് കേട്ടപ്പോൾ ഒരുപാട് സങ്കടമായി. 1 മാസം ഞങ്ങൾക്ക് അവിടെ ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജോലിക്കായിട്ട് വേറെ സ്ഥലത്തേക്ക് പോയി. അപ്പം ഞാൻ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് പേരിട്ട് പ്രാർത്ഥിച്ചു. അതിൽ വെച്ച നിയോഗം എന്ന് വെച്ചാൽ പള്ളിയുടെ അടുത്ത് തന്നെ ഒരു വീട് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ ഞാൻ താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ നിന്ന് വെറും 4 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ പള്ളിയുടെ അടുത്തേക്ക്. അങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുവാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. അത് കഴിഞ്ഞ് അവിടെ ചെന്നായിട്ടായിരുന്നു ഞങ്ങൾക്ക് B2 എക്സാമും അതുപോലെ തന്നെ രജിസ്റ്റേർഡ് നേഴ്സ് ആകാനുള്ള എക്സാമും ഉണ്ടായിരുന്നു. പക്ഷേ B2 എക്സാം പരിശുദ്ധ അമ്മയുടെ കൃപയാൽ നല്ല മാർക്കോടുകൂടി, പ്രതീക്ഷിച്ചതിൽ നല്ല മാർക്കോടുകൂടി, സ്പീക്കിങ്ങിന് 100-ൽ 96 മാർക്കും അതുപോലെ തന്നെ റൈറ്റിങ്ങിന് 20-ൽ 19 മാർക്ക് നൽകി അമ്മ അനുഗ്രഹിച്ചു. എക്സാമിന് പോയപ്പോൾ ഉടമ്പടി ഉപ്പ് ഞാൻ എക്സാം ഹാളിൻ്റെ ഫ്രണ്ടിലിടുകയും കാശ് രൂപം കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കുകയും എനിക്കൊരു അടയാളം തരാൻ വേണ്ടി അമ്മയോട് ഞാൻ പറഞ്ഞായിരുന്നു. എക്സാം ഹാളിൽ കയറിയപ്പോൾ എക്സാമിനർ ഇട്ട ഡ്രസ്സ് അമ്മയുടെ നീല കളറുള്ള ഡ്രസ്സാണ് ഇട്ടിരുന്നത്. അപ്പോൾ എനിക്ക് വിശ്വാസമായി അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന്. റിസൾട്ട് വന്നപ്പോൾ നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാകാൻ സാധിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു എക്സാം ഉണ്ട്, അത് രജിസ്റ്റേർഡ് നേഴ്സാകാനുള്ള എക്സാമാണ്. ഞങ്ങൾ 30 പേര് പോയതിൽ 2 പേർക്ക് എക്സാം വേണ്ടാന്ന് പറഞ്ഞു. അതിലൊരു വ്യക്തി ഞാനായിരുന്നു. എല്ലാവരും പറഞ്ഞു എക്സ്പീരിയൻസിൻ്റെ ബേസിൽ കിട്ടിയതാണെന്ന്, നാട്ടിലുള്ള എക്സ്പീരിയൻസിൻ്റെ ബേസിൽ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് പരിശുദ്ധ അമ്മയും ഈശോയും തന്ന വലിയ കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ എക്സാം എഴുതാതെ തന്നെ രജിസ്റ്റേർഡ് നേഴ്സിനുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടി അമ്മ അനുഗ്രഹിച്ചു. കൂടെയുള്ള പിള്ളേരൊക്കെ ആ എക്സാമിൻ്റെ സമയത്ത് ടെൻഷൻ അടിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മയോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും, ഞങ്ങൾ 30 പേര് പോയതിൽ 26 പേരും എക്സാം പാസ്സായി. ഇനി 2 പേർക്കും കൂടി എക്സാം പാസ്സാകാനുണ്ട്. അവരെ അമ്മ പാസ്സാക്കുമെന്ന് തന്നെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈസ്റ്ററിൻ്റെ സമയത്ത് വെള്ളിയാഴ്ച ദിവസം എനിക്ക് കുരിശിൻ്റെ വഴി കാണണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കുരിശിൻ്റെ വഴി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ ഉറങ്ങിപ്പോയി. ആ സമയത്ത് എനിക്കെന്തോ ഒരു പൂർണ്ണമായ ഉറക്കത്തിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ആരും എന്നെ എടുത്ത് പൊക്കുന്നത് പോലെ എനിക്ക് തോന്നി. ആ സമയത്ത് ഞാൻ ആകാശത്തേക്ക് ഇങ്ങനെ ഉയർത്തി എന്നെ പൊക്കിയെടുത്ത് കൊണ്ടുപോലെ തോന്നി. ആ സമയത്ത് ഞാൻ കണ്ടത് ഒരു കുരിശും ഒരു വെളിച്ചവുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് മുമ്പോട്ട് അങ്ങോട്ട് മുഴുവൻ എനിക്ക് പ്രശ്നങ്ങളായിരുന്നു, കുരിശുകളായിരുന്നു. എനിക്കത് ആ പരിശുദ്ധ അമ്മ ഈശോയും മുൻകൂറായിട്ട് അത് കാണിച്ചു തന്നതായിട്ട് തന്നെ ഞാൻ വിശ്വസിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഈസ്റ്ററിൻ്റെ സമയത്ത് എൻ്റെ അപ്പച്ചൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും വീട്ടിൽ നിന്ന് ഫോൺ വരികയും ചെയ്തു. അതിനു മുമ്പ്
3 ദിവസം മുമ്പ് അപ്പച്ചിക്ക് വേണ്ടി ഞാൻ വചനമെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വചനം മരിച്ചവരെക്കുറിച്ച് ഓർത്ത് വിലാപം എന്നായിരുന്നു. അത് കഴിഞ്ഞ് കറക്റ്റ് 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വീട്ടിൽ നിന്ന് കോള് വന്നു, അപ്പച്ചൻ മരിച്ചു എന്നും പറഞ്ഞുകൊണ്ട്. ആ സമയത്ത് എൻ്റെ കയ്യിൽ പാസ്പോർട്ട് ഇല്ലായിരുന്നു. പാസ്പോർട്ട് ഞാൻ പുതുക്കാൻ കൊടുത്തേക്കുമായിരുന്നു. പക്ഷെ അതെവിടെ കൊടുത്തേക്കും, പോസ്റ്റ് വഴിയാണ് ഞാനത് അയച്ചത്. അത് കഴിഞ്ഞ് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി പാസ്പോർട്ട് മേടിക്കാൻ പോയി. പാസ്പോർട്ട് മേടിക്കാൻ പോയി കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ അവർ പറയുവാണ്, നിങ്ങൾ വന്ന് നന്നായി, ഞങ്ങളത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പോകുവാണ്. എനിക്ക് ആ പാസ്പോർട്ട് കിട്ടുകയും ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് പോകുന്നത്, എനിക്കൊന്നും അറിയത്തില്ല, പക്ഷേ ഞാൻ നിനക്ക് മുമ്പിൽ നിൻ്റെ ദൂതനയക്കുമെന്ന് പറഞ്ഞതുപോലെ എന്നെ എല്ലാ കാര്യങ്ങളിലും മാതാവ് ഈശോയും കൂടെ ഉണ്ടായിരുന്നു. നാട്ടിൽ വരുവാനും അപ്പച്ചിനെ കാണാനും സാധിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് 4 വർഷത്തേക്കുള്ള വിസ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും കൃപയാൽ ലഭിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ ചേച്ചിക്ക് 6 മാസമായിട്ട് നടുവേദനയായിരുന്നു. അത് ഞാൻ അവിടെ വെച്ച് എൻ്റെ നടുവിൽ ചേച്ചിക്ക് വേണ്ടി ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നടുവേദന പൂർണ്ണമായും ആറ്റിക്കിട്ടുന്നതിന് വേണ്ടി സാധിച്ചു. അതുപോലെ തന്നെ എനിക്ക് നാട്ടിൽ സെപ്റ്റംബറിലായിരുന്നു ലീവ്. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഞാൻ വന്നത്. അതിനു മുമ്പായിട്ട് എനിക്ക് പുതിയ പാസ്പോർട്ട് പുതുക്കി കിട്ടുകയും വിസ ലഭിക്കുകയും അതുപോലെ തന്നെ എനിക്ക് കോൺട്രാക്ട് ലെറ്റർ ലഭിക്കുകയും ചെയ്തു. ഇത്രയും വലിയ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനിവിടെ വിളിച്ചു പറഞ്ഞ് എനിക്ക് കൃപാസനം പത്രം അങ്ങോട്ട് അയച്ചു തരികയും അവിടെയുള്ളവർക്ക് ഞാനത് കൊടുക്കുകയും പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഈശോയെക്കുറിച്ചും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ആദ്യത്തെ പങ്ക് ഞാൻ ഇവിടെയുള്ളൊരു ഞങ്ങൾക്ക് കൃപാസനം കൂട്ടായ്മയുണ്ട്, അവർക്ക് അയച്ചു കൊടുക്കുകയും അതിലൂടെ ഒരുപാട് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതിന് വേണ്ടി സാധിച്ചു. അതുപോലെ ജർമ്മനിയിൽ വെച്ച് എനിക്ക് ജോലിക്ക് കയറി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ടായി. അവിടുത്തെ സ്റ്റാഫ് എനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു. അതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് കരയുകയും, നാട്ടിൽ ഇത്രയും വർഷം വർക്ക് ചെയ്തിട്ട് ഇതുപോലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ വീട്ടിൽ വിളിച്ച് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് വേണ്ടി വാദിക്കണം. അങ്ങനെ പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി വാദിക്കുകയും പുലി പോലെ വന്ന ആ പ്രശ്നം അമ്മ എലി പോലെ മാറ്റി തന്നു പറഞ്ഞു. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ഞാൻ വരുന്നത് കറുകുറ്റി എന്നാണ്. ആദ്യം തന്നെ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി എന്നെ ഇവിടെ നിർത്തിയതിന്. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് 2023 ഉടമ്പടി എടുക്കാനാണ്. ഞാനൊരു നേഴ്സാണ്. എനിക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അതിൻ്റെ ഫലമായിട്ട് ഞാൻ സൗദിയിൽ സ്റ്റാഫായിട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് ഖത്തറിലാണ്, പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്നത് സൗദിയിലും, കൊച്ചാണെങ്കിൽ എൻ്റെ വീട്ടിലുമാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും 3 സ്ഥലത്താണ്. അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദൈവമേ ഞങ്ങൾക്ക് 3 പേർക്ക് ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റണം, അതിനൊരു വഴി നീ കാണിച്ചു തരണം. ഒന്നാലെ ഖത്തറിൽ അല്ലെങ്കിൽ OET എക്സാം എഴുതി ഞാൻ പോകണം. അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം എനിക്ക് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 2-ാം തീയതി ഖത്തറിനുള്ള എക്സാമിനുള്ള വഴി ഒരുക്കി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാതാവേ ഞാനൊന്നും പഠിച്ചിട്ടില്ല, കാരണം സൗദിയിലെ ഡ്യൂട്ടി ഭയങ്കര കഷ്ടപ്പാടായിരുന്നു, പഠിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. വെറും 1 ആഴ്ച കൊണ്ടാണ് ഞാൻ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തത്. ഞാൻ അത്രയ്ക്കും ആവറേജ് സ്റ്റുഡൻ്റ് അല്ല. അപ്പോൾ ഞാൻ മാതാവോട് പറഞ്ഞു, മാതാവേ നീ എല്ലാവരുടെയും കൂടെയും പോകുന്നുണ്ട്, എൻ്റെ കൂടെയും നീ വരണം, ഒരു അടയാളം നീ എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞാനവിടെ എക്സാം സെൻറ്ററിൽ ചെന്നപ്പോൾ ഫസ്റ്റ് അവർ എന്നോട് പറഞ്ഞു, നിൻ്റെ കൊന്ത ഊരണമെന്ന്. ഞാൻ പറഞ്ഞു, പറ്റത്തില്ല, ഇതെൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, എനിക്ക് പറ്റില്ല എന്ന് ഞാൻ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. അവിടെ അങ്ങനെ പറയാനുള്ള യോഗ്യത നമുക്കില്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൗദിയിലവർ സമ്മതിക്കില്ല. പക്ഷെ എന്നാലും എന്ത് ധൈര്യത്തിലാണ് ഞാൻ അവിടെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അവിടെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ കയറി ചെന്നപ്പോൾ അവിടെയുള്ള എല്ലാ ഫീമെയിൽസും ഇട്ടിരിക്കുന്നത് കറുത്ത പരതയും കറുത്ത ഷോളൊക്കെയാണ്. ദൈവമേ നീ ഇവിടെ എന്നെയും കൈവിട്ടു എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഒരു ആൾ മാത്രം നീല കളർ ഷോൾ ഇട്ട് വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ അവിടെ വന്നു എന്ന്. അപ്പം തന്നെ ഞാൻ ഓർപ്പിച്ചു, ഞാൻ എന്തായാലും എക്സാം പാസ്സായി. അതുപോലെ തന്നെ ഞാൻ അവിടുന്ന് എക്സാം പാസ്സായി. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂകളൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല, കാരണം അവിടുത്തെ ഗവൺമെൻറ് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഫാമിലി വീസ കാര്യങ്ങളൊക്കെയും കിട്ടുള്ളൂ, ഫാമിലിയായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷേ ദൈവം എനിക്ക് കുവൈറ്റിലേക്ക് ഒരു അവസരം തന്നു. ഡയറക്റ്റ് MOH തന്നെ പൈസ ചിലവില്ലാതെ പോകാൻ പറ്റും. അപ്പോൾ ഞാൻ സൗദിയിൽ നിന്ന് റിസൈൻ ചെയ്തു. ഇനി കുറച്ചോളം ദിവസം ഞാൻ എൻ്റെ കൊച്ചിൻ്റെ കൂടെ ഹസ്ബൻഡിൻ്റെ കൂടെ നിൽക്കാമെന്ന് വിചാരിച്ച് ചേട്ടയുടെ കൂടെ ഖത്തറിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്തെങ്കിലും ഒരിക്കലും എനിക്കിവിടെ വരാൻ പറ്റണേ, ഇവിടുത്തെ ഹോസ്പിറ്റലിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റണം, കാരണം കുവൈറ്റിനേക്കാൾ നല്ലത് ഖത്തറാണെന്ന് എനിക്ക് നന്നായി അറിയാം.
അവിടുന്ന് ഞാൻ പോരുന്നതിന് മുമ്പ് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ചേട്ടായി ഞാൻ അവിടേക്ക് വരും, ഒരു ഏജൻസിയുടെ പിൻബലത്തിലല്ല, എൻ്റെ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ അവിടെ വരും, ഡയറക്റ്റ് MOH ഞാൻ വരും എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ചേട്ടായിനോട് പറഞ്ഞു അതൊരിക്കലും നടക്കില്ല, കാരണം നിന്നെ റെക്കമെൻഡ് ചെയ്യാൻ അവിടെ ആരുമില്ല, അതിനുള്ള പിടിപാടൊന്നും നമുക്കില്ല, നീ ഏജൻസി ത്രൂ വന്നാൽ തന്നെ നിൻ്റെ ഭാഗ്യം എന്ന് നീ വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പോന്നു, ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ ഉടമ്പടി പത്രം മിസ്സായി. അപ്പോൾ അതിന് ഞാൻ വീണ്ടും ജൂണിൽ വന്ന് വീണ്ടും ഉടമ്പടി എടുത്തു. ഞാൻ പ്രാർത്ഥിച്ചു. 1 വർഷം മുമ്പ് എങ്ങാണ്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് MOH അവരുടെ വെബ്സൈറ്റ് ത്രൂ. പക്ഷേ നമുക്കൊരു റിപ്ലൈ അവർ തന്നിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈം എനിക്ക് അവർ റിപ്ലൈ തന്നു, അതായത് കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റിൽ വേക്കൻസി ഉണ്ട്, നിനക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം എന്നുള്ള ഇതിലുള്ള രീതിയിൽ വന്നു. ഞാൻ പറഞ്ഞു ചേട്ടായി ഇതുപോലെ വന്നിട്ടുണ്ട്, നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ചേട്ടായി പറഞ്ഞു വേണ്ട, അത് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, നീ പ്രതീക്ഷിക്കേണ്ട, അത് ചുമ്മാ പറയുന്നതാണ്, നീ കഴിഞ്ഞോണം അപ്ലൈ ചെയ്താൽ നിനക്കൊന്നും കിട്ടിയില്ലല്ലോ, നീ എന്തിനാ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, എൻ്റെ അമ്മ തന്നാണ്, ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ളതാണ് എനിക്ക് ഖത്തറിലുള്ള ജോലി. അങ്ങനെ ഞാൻ പറഞ്ഞ് ചേട്ടായി അത് ചെയ്തു. പിന്നെ എനിക്കൊരു ഇതുണ്ടായിരുന്നു, എന്നെയൊക്കെ നന്നായി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്. പക്ഷേ കൃപാസനത്തിൽ ആൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് ഇവിടുത്തെ പ്രാർത്ഥന ചെല്ലുമ്പോൾ ചേട്ടായിക്ക് വിശ്വാസമില്ലാണ്ടാണ് ചേട്ടായി എത്തിക്കാറ്. അത് ഞാൻ പറഞ്ഞായിരുന്നു, മാതാവേ അങ്ങനെ ആവരുത്, ഞാൻ ഒരു കുടുംബജീവിതം നയിക്കുമ്പോൾ എൻ്റെ ചേട്ടായും കൂടി അതിൽ വിശ്വസിക്കണം, അല്ലാതെ അതിൽ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന്. അത് കഴിഞ്ഞ് ഞാനത് അപ്ലൈ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഏജൻസിയിൽ നിന്ന് കോള് വന്നു, ഇതുപോലെ ഡയറക്റ്റ് MOHൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്, മുംബൈയിൽ വെച്ചാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഫാമിലിയോട് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു നീ ഒരുപാട് നാൾ കാത്തിരുന്നല്ലേ, നീ പോയിക്കോന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ കുർബാനയിൽ ചെന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ ഏജൻസി ത്രൂ പോവുകയാണെങ്കിൽ അവർക്ക് പൈസ കൊടുക്കണം, പൈസ കൊടുക്കുന്നതല്ല. നാളെ ഒരിക്കലും എൻ്റെ ഹസ്ബൻഡ് പറയും നിൻ്റെ മാതാവ് വഴിയല്ല, പൈസ കൊണ്ടാണ് കിട്ടിയതെന്ന്. ഞാൻ പറഞ്ഞു പറ്റില്ല ഈശോയെ, അങ്ങനെ ഒരിക്കലും അതിനിട വരുത്തരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പോവുകയാണെങ്കിൽ തന്നെ നിൻ്റെ കൃപയാൽ ഞാൻ പോകണം, അത് മതി എന്ന് പറഞ്ഞു. ഞാൻ കുർബാന കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഡയറക്റ്റ് അവിടുന്ന് MOH മെയിൽ വന്നേക്കാണ്, നിങ്ങളുടെ ഡോക്യുമെൻ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യും, നിങ്ങൾക്കുള്ള ഇൻ്റർവ്യൂവിനുള്ള ഡേറ്റ് ഞാൻ തരാമെന്നും പറഞ്ഞ്. ഞാൻ അപ്പം തന്നെ സബ്മിറ്റ് ചെയ്തു. പിറ്റേ ദിവസം അവരെനിക്ക് മെയിൽ അയച്ചേക്കാണ്, നാളെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടെന്ന്. പക്ഷേ എൻ്റെ കൊച്ചിനെ എനിക്ക് അന്ന് തന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു ഹോസ്പിറ്റലിൽ, ചുമയായിട്ട്. ഒന്നും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് കിട്ടിയ സമയം വളരെ കുറവായിരുന്നു ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ. ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ ഇൻ്റർവ്യൂ, എന്താവുമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു മാതാവ് എനിക്കറിയില്ല, ഞാൻ ഹാപ്പിയാണ്, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തോളാം, നിൻ്റെ ഹിതം അതാണെങ്കിൽ ഞാനത് ചെയ്യാൻ റെഡിയാണ്, പക്ഷേ നീ ഉത്തരം പറയണം അതിനെല്ലാത്തിനും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇടയ്ക്കൊരു സാക്ഷ്യം കേട്ടായിരുന്നു, അതിലൊരു ചേച്ചി ഇതുപോലെ പറഞ്ഞു നീ മിണ്ടാതിരിക്കും, ദൈവം നിനക്ക് വേണ്ടി സംസാരിച്ചോളും എന്ന് ആ ചേച്ചി ഇതുപോലെ സാക്ഷ്യത്തിൽ പറയണം ഞാൻ കേട്ടു. ഞാനതുപോലെ മാതാവോട് പറഞ്ഞു, മാതാവേ എനിക്കറിയില്ല, നീ എനിക്ക് വേണ്ടി സംസാരിക്കണം, എനിക്കറിയില്ല, ഞാൻ ഇത്രയും ഹാപ്പിയായിട്ട് ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല എൻ്റെ ലൈഫിൽ. അവർ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റി. അപ്പം തന്നെ അവരെന്നോട് പറഞ്ഞു ഞങ്ങളുടെ HR ടീം നിങ്ങളെ വിളിക്കുമെന്ന്. മറ്റൊരു ഏജൻസിയും, അതായത് മറ്റേ ഏജൻസി എൻ്റെ അടുത്ത് പറഞ്ഞത് ജൂലൈ 10-ാം തീയതിയാണ് ഇൻ്റർവ്യൂ. പക്ഷേ ജൂലൈ 1-ന് തന്നെ എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ആയി. അവർക്ക് ഓഫർ ലെറ്റർ കിട്ടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അവിടെ ഓഫർ ലെറ്റർ എൻ്റെ കൈ കിട്ടിയായിരുന്നു. പിന്നെ എനിക്ക് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ 3 മാസം ഗ്യാപ്പ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നഴ്സുമാർക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലുകാർ എടുക്കില്ല അങ്ങനെ, പക്ഷേ അവരെൻ്റെ ഗ്യാപ്പ് ഒന്നും ഒരു ഇഷ്യൂ ആക്കിയില്ല. പിന്നെ ഞാൻ റീസെൻ്റായിട്ട് വർക്ക് ചെയ്ത മെഡിക്കൽ വാർഡിലാണ്, പക്ഷേ എനിക്ക് കിട്ടിയത് ന്യൂറോ സർജിക്കൽ വാർഡാണ്. കാരണം ഇതിനു മുമ്പ് ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ബേസിലാണ് എനിക്കത് തന്നത് തന്നെ. പക്ഷേ വേറൊരു ഏജൻസി ത്രൂ ഞാൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്കത് ഒരിക്കലും സാധ്യമല്ല, പക്ഷേ എനിക്കത് എൻ്റെ ദൈവം അത് സാധിച്ചു തന്നു. പിന്നെ ഡേറ്റ ഫ്ലോ എന്ന് പറഞ്ഞൊരു സാധനം കൂടി എനിക്ക് ചെയ്യാണ്ടായിരുന്നു ഖത്തറിലേക്ക് പോകാനായിട്ട്. പക്ഷേ അതിൻ്റെ എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ 3 മാസം എടുക്കും ചെയ്യാനായിട്ട്. പക്ഷേ അതെൻ്റെ 6 മാസം എടുത്തു. കാരണം അത് മുമ്പേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, മുമ്പ് പ്ലാൻ ഉണ്ടായിരുന്നു ഖത്തറിൽ പോകാനായിട്ട്. പക്ഷേ കുവൈറ്റ് കിട്ടിയതുകൊണ്ട് ഞാനത് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഫോളോ അപ്പ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇത് നടക്കാൻ കുറച്ച് പാടായിരിക്കും, നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നാണ് അവർ പറഞ്ഞത്. കാരണം അത് മുന്നോട്ടും പോകുന്നില്ല, ക്ലോസ് ചെയ്യാൻ ഒന്നിനും പറ്റുന്നില്ല. അപ്പോഴാണ് ഞാൻ ഡെയിലി ബ്രെഡിൽ അച്ഛൻ്റെ ഇത് കണ്ടത്, ഡോക്യുമെൻറ്റ്സ് വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കി, അതിൽ പ്രാർത്ഥിച്ചാൽ മതി നിങ്ങൾക്ക് സാധിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ ഡേറ്റ ഫ്ലോയുടെ പെൻഡിങ് ആയ ഒരു പേപ്പർ മാത്രം ഞാനത് ഡെയിലി ബ്രെഡിൽ വെച്ച് പ്രാർത്ഥിച്ചു. അന്ന് അച്ഛൻ പറഞ്ഞു മറന്നു കിടക്കുന്ന ഡോക്യുമെൻറ്റുകളിൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ടെന്ന്.
അന്ന് തന്നെ എൻ്റെ ഡേറ്റ ഫ്ലോ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് കിട്ടി. അതെങ്ങനെ കിട്ടിയെന്ന് എനിക്കും അറിയില്ല. അതിനുശേഷം അവിടുത്തെ ഖത്തറിലെ നമുക്ക് ലൈസൻസിൻ്റെ പാർട്ടായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യണം. എല്ലാ ഡോക്യുമെൻറ്റ്സും എല്ലാം സബ്മിറ്റ് ചെയ്ത് അവർ ഇവാലുവേഷൻ ചെയ്യുന്നത് 15 ദിവസമാണ്. പക്ഷേ എനിക്ക് വെറും 5 ദിവസം കൊണ്ട് ഇവാലുവേഷൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് കഴിഞ്ഞ മാസം 24-ാം തീയതി എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടി. അവർ പറഞ്ഞിരിക്കുന്നത് ഈ മാസം ഫസ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് ടിക്കറ്റുമായിട്ട് പോകാൻ പറ്റും എന്നാണ്. ഇത്രയും നല്ല അനുഗ്രഹം തന്ന എൻ്റെ കർത്താവിന് 1000 നന്ദി. ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം, ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ഒരു കെട്ട് പത്രം തന്നെ കൊണ്ടുപോകുന്നത് വലിയ കാര്യമായിട്ടാണ്. പക്ഷെ ഞാൻ ഈ തവണ ചെയ്തത് 5, 6, 7 പത്രമാണ് ഞാൻ കൊണ്ടുപോകാറുള്ളത്. അതും ഞാൻ വിശ്വാസ പ്രമാണം പേപ്പറിൽ എഴുതി കൊടുക്കും. തമിഴ് പത്രമാണെങ്കിൽ തമിഴ് വിശ്വാസ പ്രമാണം എഴുതി ഞാൻ വെക്കും. പിന്നെ വചനങ്ങളെല്ലാം എഴുതി വെച്ചിട്ടാണ്. അതും ഞാൻ ഒരു കെട്ട് പത്രം എടുത്ത് ഓരോ കെട്ട് പത്രം എടുത്ത് ഞാൻ പ്രാർത്ഥിക്കും. വിശ്വാസ പ്രമാണം ചൊല്ലി, കർത്താവേ, എന്തെങ്കിലും ഒരാവശ്യത്തിന് വേണ്ടി ആയിരിക്കുമല്ലോ എല്ലാവരും ഈ പത്രം വായിക്കുന്നത്, അവരുടെയൊക്കെ കണ്ണുനീര് നീ തുടയ്ക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കാറ്. അതുപോലെ തന്നെ ഞാൻ ആദ്യമൊന്നും മറ്റുള്ളവർക്ക് പത്രം കൊടുക്കുമ്പോൾ അവരത് എടുത്തു വെക്കാറുണ്ടോ അങ്ങനെയൊന്നും ഞാൻ ചെക്ക് ചെയ്യാറില്ല. പക്ഷേ എൻ്റെ കൊച്ചിന് 3 വയസ്സായിട്ടുള്ളൂ. അവൻ ഒരു തവണ പറഞ്ഞു ഞാൻ കൊടുക്കാമേ എന്ന് പറഞ്ഞ് അവൻ കൊടുത്തു. എന്നിട്ട് അവൻ എന്നോട് ചോദിച്ചു, അമ്മ ഇതൊക്കെ അവർ വായിക്കുമോന്ന്. ഇവൻ ഒരു 3 വയസ്സുകാരനായി അവൻ അങ്ങനെ തോന്നിയെങ്കിൽ എനിക്കെന്തോട് തോന്നിയില്ല കർത്താവെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ അപ്പം തൊട്ട് ബസ് സ്റ്റാൻഡിലൊക്കെ കൊടുക്കുന്നവർക്ക് ഞാൻ നോക്കും അവരത് ബാഗിൽ വെക്കുന്നുണ്ടോ എന്നൊക്കെ. പിന്നെ ഞാൻ കൊടുത്തിട്ട് ഇപ്പം ഞാൻ കൊടുത്തതല്ല മറ്റുള്ളവർ കൊടുത്തത് ആ പത്രമാണെങ്കിൽ പോലും പുറത്ത് മതിലുമേ അവിടേക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാനത് വീണ്ടും എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഞാൻ ശ്രമിക്കായിരുന്നു. പിന്നെ പൈസയ്ക്ക് ഞാൻ എന്നോട് ചോദിക്കുന്നവർക്കെല്ലാം ഞാൻ എന്നാലാകുന്നതെല്ലാം ഞാൻ ചെയ്യാറുണ്ട്, ഫുഡാണെങ്കിലും പൈസയാണെങ്കിലും. പിന്നെ ഞാൻ ആദ്യമൊന്നും അങ്ങനെ ബൈബിളോ കൊന്തയൊന്നും എത്തിക്കാത്ത ആളാണ്. പക്ഷെ കൊന്തയൊന്നും എൻ്റെ കഴുത്തിലുണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ എത്തിക്കാറില്ല സമയമെടുത്ത്. പക്ഷെ ഞാനിപ്പോൾ അത്യാവശ്യം ഞാൻ നന്നായി കൊന്ത എത്തിക്കുകയും ബൈബിൾ എത്തിക്കുകയും ചെയ്യാറുണ്ട്. ഇത്രയാണ് എനിക്ക് വന്ന മാറ്റങ്ങൾ. ഈശോയ്ക്കും മാതാവിന് 1000 നന്ദി. ആദ്യമായി തന്നെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടരട്ടെ. എൻ്റെ പേര് മേരി ജേക്കബ്. ഞാൻ എറണാകുളത്ത് ചേരാനെല്ലൂർ സെൻറ്റ് ജെയിംസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത് 2023 നവംബർ 12-ാം തീയതിയാണ്. ഉടമ്പടി എടുക്കാനുള്ള പ്രത്യേക കാരണങ്ങളൊന്നും എനിക്കങ്ങനെ ഭൗതികമായ ആവശ്യങ്ങളൊന്നും വലുതായിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും എനിക്ക് മാതാവിനെ കാണണമെന്നും മാതാവിൻ്റെ അടുത്ത് വരണമെന്നും മാതാവിൻ്റെ അത്ഭുത കാശുരൂപം ഒന്ന് കയ്യിൽ പിടിക്കണമെന്നും ഞാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി ഞാനൊരു ദിവസം ഇവിടെ വരികയും മാതാവിനെ കണ്ടു പോവുകയും ചെയ്തു. പക്ഷെ ഞാൻ അന്ന് ഉടമ്പടിയൊന്നും എടുത്തില്ല. എങ്കിലും എൻ്റെ മനസ്സിന് വളരെ വലിയ ആഗ്രഹമായിരുന്നു മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കണമെന്ന്. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് മാതാവിനോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, വെളുപ്പിന് എഴുന്നേക്കും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ആരെങ്കിലും വരുമ്പോൾ അവരെ കൊണ്ട് ഞാൻ പത്രം വാങ്ങിക്കും. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ അവിടെ പള്ളിയിലൊക്കെ കൊണ്ടു കൊടുക്കും. അങ്ങനെ എനിക്കൊരു ഉടമ്പടിയുടെ അതേ പ്രതീതിയിൽ തന്നെ ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഒരു ദിവസമെങ്കിലും ഇവിടെ വന്നൊന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കണമെന്ന് എൻ്റെ വലിയ മോഹമായിരുന്നു. അങ്ങനെ എനിക്കൊരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിനെ എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ ഇവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് എനിക്ക് ഭയങ്കര തലകറക്കമായിരുന്നു. ഞാൻ ആദ്യം ഒരു ഹോസ്പിറ്റലിൽ വർക്കായിരുന്നു. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഒന്നും ചെയ്യാനായിട്ട് അങ്ങനെ പറ്റില്ല, എപ്പോഴും എനിക്ക് തലകറങ്ങും. അപ്പോൾ അങ്ങനെ ഒരു 10-24 വർഷം ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തതാണ്. പക്ഷേ ഈ കുറച്ച് നാളായ ശേഷം ഞാൻ ആ ജോലി പതിയെ ഉപേക്ഷിച്ച് കളഞ്ഞ്. കാരണം എനിക്ക് ഉറക്കം നിൽക്കാനൊന്നും പറ്റണില്ല. അപ്പം ഞാൻ വന്നപ്പോൾ മാതാവിനോട് അതൊരു നിയോഗമായിട്ടൊന്നും വെച്ചില്ല. പക്ഷേ എൻ്റെ മാതാവ് 10-24 വർഷം ഞാൻ മരുന്ന് കഴിക്കുമായിരുന്നു. എപ്പോഴും ഞാൻ തലകറക്കം വരുമ്പോൾ ഗുളിക മേടിച്ച് കഴിക്കും. അത് പെട്ടെന്ന് ഛർദ്ദിച്ച് കഴിയുമ്പോഴേ അത് മാറുള്ളൂ. അത് ഇയർ ബാലൻസിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ മാതാവിൻ്റെ തൈലം പുരട്ടും, മാതാവിൻ്റെ ഉപ്പ് ഞാൻ വെള്ളത്തിൽ കലക്കി കുടിക്കും. ഇന്ന് വരെ എനിക്ക് തലകറക്കം എന്ന് പറയുന്ന ഒരു സംഭവം ഈ ജീവിതത്തിൽ ഇപ്പോൾ എനിക്ക് ഉണ്ടായിട്ടില്ല. അതെൻ്റെ ആദ്യത്തെ ഒരു സാക്ഷ്യമാണ്. പിന്നെ രണ്ടാമതായിട്ട്
എൻ്റെ മോൾക്കൊരു ജോലി എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അവൾക്ക് അവളുടെ കൂടെ പഠിച്ച ആളുകളൊക്കെ ജോലിക്കൊക്കെ പോയി തുടങ്ങിയപ്പോഴും എൻ്റെ കൊച്ചിനൊരു ജോലി എനിക്ക് വേണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ മൂന്നാമത്തെ എൻ്റെ ഉടമ്പടി പുതുക്കലിൻ്റെ സമയത്ത് ഞാൻ അത് മാതാവിനെ നിയോഗമായിട്ട് വെച്ച്. പിന്നെ അതുപോലെ തന്നെ ഞാൻ അഖണ്ഡ ജപമാല റാലിക്ക് അവിടെ നിന്ന് വണ്ടി പോകുന്നപ്പോൾ ഞാൻ തന്നെ പോകുന്ന കുറച്ച് ആളുകളെ കൂടി തന്നെ ഞാൻ പോകുന്നു. ഇവിടെ വന്നപ്പോൾ പോയപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച, അമ്മേ എൻ്റെ കുഞ്ഞിനൊരു ജോലി എനിക്ക് മാതാവ് സാധിച്ചു തന്നെ, അത് എൻ്റെ ഒരു ആഗ്രഹമാണ് എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിയോഗം എഴുതിയിട്ടിരുന്നു. അപ്പോൾ ഒരു ദിവസം ഉടമ്പടി ആരാധനയിൽ ജോസഫ് അച്ഛൻ പറഞ്ഞ്, മെയ് മാസത്തിൽ അവസാനം വരെ നിങ്ങൾ എഴുതിയിട്ട എല്ലാ നിയോഗവും മാതാവ് ഒപ്പുവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ വിശ്വാസത്തിൽ ഞാൻ വളരെയധികം ശക്തമായിട്ട് തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതെപ്പോഴെങ്കിലും മാതാവ് എനിക്ക് നടത്തി തരുമെന്നുള്ള ആ ഒരു വലിയ ആശ്വാസത്തിൽ തന്നെ ഞാൻ ഇരിക്കണമായിരുന്നു. അത് മോള് പറയും ആ സാക്ഷ്യം. അതുപോലെ തന്നെ ഇതെൻ്റെ പേരക്കിടാവാണ്. അവളുടെ കാലിന് എപ്പോഴും ഭയങ്കര അലർജി വരുമായിരുന്നു. സോക്സ് ഇടാനൊന്നും കൊച്ചിന് പറ്റൂല. വേർപ്പ് വന്നു കഴിഞ്ഞാൽ തൊലി പൊളിയും. ഭയങ്കരമായിട്ട് എപ്പോഴും അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ ഞാൻ എപ്പോഴും മാതാവിൻ്റെ തൈല് എന്നും ഞാൻ പെരട്ടി കൊടുക്കും. ഞാൻ പറയും, മോനത് മാറിക്കോളും, മാതാവിനോട് മോന് പ്രാർത്ഥിക്കണമെന്ന് കൊച്ചിനോടും പറഞ്ഞു കൊടുക്കും. അവളും എന്നും സ്കൂളിൽ പോകുമ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയേ പോകുള്ളൂ. ഭയങ്കര വിശ്വാസമാണ് എൻ്റെ കുഞ്ഞിനും. ഇപ്പോൾ എൻ്റെ മോൾക്ക് കാലയിൽ അലർജി തീർത്തും മാതാവ് മാറ്റിത്തന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ മറ്റുള്ളവരോട് അങ്ങനെ അങ്ങോട്ട് അധികം ഇടപെടുന്ന ഒരാളല്ല. എന്നിരുന്നാലും ആവശ്യത്തിന് വർത്താനമൊക്കെ പറയും. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മറ്റുള്ളവരുടെ വിഷമങ്ങൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഉള്ളിൽ ഭയങ്കര വ്യസനം ഉണ്ടാകാറുണ്ട്. ഞാൻ അവരുടെ വീട്ടിൽ പോകും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ മാസവും കൃത്യമായിട്ട് ഇവിടെ വന്ന് പേപ്പർ വാങ്ങിച്ച് ആ പേപ്പർ അന്ന് തന്നെ കൊടുത്തു തീർക്കണം. ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോഴേ തന്നെ ബസ്സിൽ വെച്ച് തന്നെ ഞാൻ ഓരോരുത്തർക്കൊക്കെ കൊടുത്തു തുടങ്ങും. അതുപോലെ തന്നെ പള്ളിയിൽ വെച്ചും എല്ലാവർക്കും ആ പേപ്പർ അന്ന് തന്നെ കൊടുത്ത് ഞാൻ തീർക്കും. അതുപോലെ തന്നെ ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെല്ലും, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് മാതാവിനോട് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് തന്നെ ഒരു 3-4 പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് ക്യാൻസറായിട്ടുള്ള ഒരു കുട്ടി ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നു. അവൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം ബോൺമാരോ എടുത്ത് അത് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയും ആ കൊച്ചും അവർ കുടുംബം വന്ന് ഉടമ്പടിയൊക്കെ എടുത്തതിൻ്റെ ഫലമായിട്ട് ആ കുട്ടിക്ക് പൂർണ്ണമായിട്ട് രോഗം മാറി. ഇപ്പോൾ അവൾ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. എൻ്റെ മാതാവ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ട് അത് മാതാവ് ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ മോളും കൂടിയാണ് മിക്കപ്പോഴും എല്ലാ കാര്യത്തിനും ഇറങ്ങണത്. അവൾ എപ്പോഴും നല്ലോണം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരും. ഞങ്ങളത് ഒരുമിച്ച് കൊണ്ടുപോകും. ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് കളമശ്ശേരി മെഡിക്കൽ കോളേജിലൊക്കെ ഞങ്ങൾ മിക്കവാറും തന്നെ പൊതിച്ചോറായിട്ട് പോയി ഞങ്ങളത് കൊടുത്തിട്ട് പോരും. അതുപോലെ തന്നെ ആരെങ്കിലും രോഗികളായിട്ടുള്ളവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒത്തിരി സഹായങ്ങൾ എന്ന മാതാവിന് ഈശോയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ജോബി ജേക്കബ്. എനിക്കും മാതാവിനോട് ഒത്തിരി നന്ദിയുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല ഞാൻ ഈ ആൾത്താരയിൽ വന്നിന്ന് സാക്ഷ്യം പറയുമെന്നുള്ളത്. കാരണം 2023 മെയ് മാസത്തിൽ ഞാൻ ഭയങ്കര വിഷമിച്ചാണ് ഇവിടെ വന്നത്. എനിക്കറിയാൻ പാടില്ല എനിക്ക് എന്ത് വിഷമമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നതെന്ന്. അപ്പോൾ മമ്മി എന്നോട് പറഞ്ഞ്, നീ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുക, എന്തായാലും അതിനൊരു പരിഹാരം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. അപ്പം എൻ്റെ മനസ്സിലുള്ള മാതാവ് നമ്മളെല്ലാവരും പള്ളിയിൽ കാണുന്ന പോലെ വെള്ള ഉടുപ്പ്, നീല തലവിരിയൊക്കെയുള്ള ഒരു മാതാവാണ് ഞാൻ പ്രതീക്ഷിച്ച് വന്നത്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഈ മാതാവിനെ കണ്ടപ്പോൾ. സിൽവർ കളറിലുള്ള മാതാവ്.
മമ്മി എന്നോട് പറഞ്ഞ് നിനക്ക് മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞ് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ്. ഞാനിവിടെ വന്നിട്ട് എന്താ പ്രാർത്ഥിച്ചെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ നെഞ്ചു പൊട്ടിക്കാരഞ്ഞാൽ ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. എനിക്കിവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് ഞാൻ ആ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് നിന്ന് വരെ എനിക്ക് കരച്ചിലടക്കാൻ പറ്റുന്നുണ്ടായില്ല. എനിക്ക് അത്രയും പ്രയാസം ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മമ്മി എന്നോട് പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് ഉടമ്പടി എടുക്കാൻ നിൻ്റെ സാഹചര്യം സമ്മതിക്കണില്ലെങ്കിൽ നീ ഒരു ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞ്. അങ്ങനെ ഞാൻ ഒക്ടോബറിൽ ഓൺലൈൻ ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ച്. അതിനല്ല എനിക്ക് ജോലിയില്ലാത്തത് എനിക്കൊരു ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ് എബ്രോഡായിരുന്നു, ബഹ്റിനിലായിരുന്നു. അപ്പോൾ എനിക്കൊരു വലിയൊരു കരിയർ ഗ്യാപ്പാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ 2021 ആ കോവിഡിൻ്റെ ടൈമിലാണ് നാട്ടിൽ വന്ന് സെറ്റിലായത്. അപ്പോൾ അത് കഴിഞ്ഞ് മോളായി, പിന്നെ മോളെ നോക്കലായി. അങ്ങനെ ആ തിരക്കിൽ പെട്ട് കാരണം എനിക്ക് പിന്നെ ഞാൻ ജോലിയൊന്നും അധികം ശ്രമിച്ചില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിൽ വന്ന് സെറ്റിലായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനൊരു ചെറിയ ജോലി ഞങ്ങളുടെ അടുത്തേനെ ഞാൻ പോകാൻ തുടങ്ങി. പക്ഷെ ഞങ്ങളുടെ വീട് പണി കാരണം അതിനും ഒരു ബ്രേക്ക് വന്ന്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോവുമെങ്കിലും ഹസ്ബൻഡ് എന്നെ ഇടയ്ക്ക് കളിയാക്കും. എന്തൊക്കെയായാലും വീട്ടിൽ തന്നെ കുത്തിയിരിക്കണല്ലേ എന്നൊക്കെ വെറുതെ പറയും. കാര്യം പുള്ളി തമാശക്കാണ് പറയണമെങ്കിൽ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. അതിനല്ല മോളെ കാലത്തെ സ്കൂളിൽ കൊണ്ടുപോവുക തിരിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്തത് ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം പുള്ളിക്ക് ബിസിനസ്സിൻ്റേതായ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം പുള്ളി ഇടയ്ക്കിടയ്ക്ക് എബ്രോഡൊക്കെ പോകും. അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ മുഴുവനെല്ലാം ഞാൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ കൊച്ചിൻ്റെ സൗകര്യത്തിനനുസരിച്ച് തന്നെ എനിക്കൊരു ജോലി കിട്ടണം എന്നുള്ളത് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നൊരു കാര്യമാണ്. അങ്ങനെ ഒരു ദിവസം ജാനുവരി ആയപ്പോഴേക്കും പേപ്പറിലൊരു പരസ്യം വന്ന് സെൻറ്റ് തെരേസാസ് കോളേജിൽ ഓഫീസ് ഇതിൽ അസിസ്റ്റൻ്റായിട്ടൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്, അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനത് അപ്ലൈ ചെയ്തപ്പോൾ ഇതുപോലെ തന്നെ എൻ്റെ 1-2 ഫ്രണ്ട്സ് ജോലിയില്ലാതിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരത്തിനോട് ഞാൻ വിളിച്ച് പറഞ്ഞ്, ഫാത്തിമ എന്നാണ് അവളുടെ പേര്. അപ്പം ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ സെൻറ്റ് തെരേസാസിൽ ഇങ്ങനെ ഒരു ഒഴിവ് പറഞ്ഞിട്ടുണ്ട്, നീ അപ്ലൈ ചെയ്യണം, ഞാനും അപ്ലൈ ചെയ്യുന്നുണ്ട്, നമുക്ക് ഭാഗ്യം ഉണ്ടാകുന്ന അറിഞ്ഞൂടെ ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞ് എൻ്റെ മോള് പഠിക്കുന്ന സെൻറ്റ് ആൻസ് പബ്ലിക് സ്കൂൾ ഏലൂരിലാണ്. അപ്പോൾ അവൾ പറഞ്ഞ് നീ അറിഞ്ഞായിരുന്ന സെൻറ്റ് ആൻസിൽ ഒരു ലാബ് അസിസ്റ്റൻസ് വേക്കൻസി വന്നിട്ടുണ്ട്, നിനക്ക് പറ്റുമെങ്കിൽ നീ അതൊന്ന് ശ്രമിച്ച് നോക്കാം, അത് കിട്ടിയാൽ അതല്ല ഇച്ചിരി കൂടി നല്ലത്, എറണാകുളത്തേക്ക് ഇച്ചിരി കൂടി ദൂരം കൂടുതലല്ലേ, ഇതാകുമ്പോൾ ഡെയിലി നീ കൊച്ചിനെ കൊണ്ടുവന്ന് ആക്കണമല്ലേ എന്ന് ഞാൻ പറഞ്ഞ്. അപ്പോൾ എൻ്റെ മമ്മി എന്നോട് പറഞ്ഞ് നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം, നീ രണ്ടും കൽപ്പിച്ച് എന്ത് ചെയ്യ്, ഒരു മെയിലയക്ക്, ബയോഡാറ്റ CV അയച്ച് നോക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ അവിടെ CV അയച്ച് ഡെയിലി ഞാൻ കയറി ഇറങ്ങണ സ്ഥലമായത് കാരണം ഞാനൊരു ദിവസം പ്രിൻസിപ്പളിനെ രണ്ടും കൽപ്പിച്ച് കണ്ടിട്ട് ഞാൻ പ്രിൻസിപ്പളിനോട് ചോദിച്ചു ഇവിടെ ഒരു വേക്കൻസി ഉണ്ടാകുന്ന വെച്ചപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞ് മോളെ ഇവിടെ ഒരു ഓഫീസ് വേക്കൻസിയും ഉണ്ട്, ഓഫീസിലും വേക്കൻസി ഉണ്ട്, ലാബ് അസിസ്റ്റൻറ്റും വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പഠിച്ചത് MSc ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് കൂടുതലും ലാബ് വേക്കൻസി കിട്ടുന്നതായിരിക്കും എനിക്ക് ഇച്ചിരി കൂടി നല്ലത്. ഇപ്പം എന്നോട് പറഞ്ഞ് മോള് സമാധാനമായിട്ട് പോ, ഇവിടെ വേക്കൻസി ഓപ്പൺ ആവുന്ന ടൈമിൽ മോളെ വിളിക്കാമെന്ന് പറഞ്ഞ് ഞാൻ നമ്പറൊക്കെ കൊടുത്ത് ഞാൻ വീട്ടിലേക്ക് പോന്ന്. അത് കഴിഞ്ഞ് മമ്മി എന്നോട് പറഞ്ഞ് നീ നന്നായിട്ട് പ്രാർത്ഥിക്കുക, അതിനല്ല മാതാവിൻ്റെ കാശുരൂപം, ഞാൻ കാശുരൂപം ഇടാതെ ഞാൻ എവിടെയും പോകില്ല, വീട്ടിൽ നിൽക്കുമ്പോൾ വരെ ഞാൻ കാശുരൂപം ഇട്ടേ നിൽക്കുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ബാത്റൂമിൽ പോകുമ്പോൾ വരെ ഞാൻ കാശുരൂപം ഇട്ടിട്ടേ പോവുള്ളൂ. കാരണം ഞാൻ അത്ര മാതാവിനെ വിളിക്കും, എനിക്ക് പേടിയാണ്, ഒന്ന് തെന്നി വീഴാൻ പോലും എൻ്റെ മാതാവ് നോക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും സ്കൂളിൽ നിന്നൊരു കോള് വന്നിട്ട് എന്നോട് പറഞ്ഞ് മോളൊന്ന് ഇൻ്റർവ്യൂവിന് വന്നം, ഇങ്ങനെ ഒരു പോസ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്, വന്ന് അപ്ലൈ വന്നം എന്ന് പറഞ്ഞ്. അങ്ങനെ മമ്മി എന്നോട് പറഞ്ഞപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് മമ്മി എനിക്ക് ഉപ്പും കാശ് രൂപമൊക്കെ പ്രാർത്ഥിച്ച് തന്ന് എന്നെ വിട്ട്. ഞാൻ അവിടെ സ്കൂളിൽ ചെന്നപ്പോൾ ഒത്തിരി പേര് ആ വേക്കൻസിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു പേടിയായിരുന്നു, ഞാൻ വേറെ സ്ഥലത്തൊന്നും ഞാൻ സ്കൂളിൽ ഇതുവരെ ലാബ് വേക്കൻസിയിലൊന്നും ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഇങ്ങനെ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു റെക്കമെൻഡേഷനൊന്നും ഇല്ലാതെ ഇപ്പോഴത്തെ കാലത്ത് കിട്ടില്ല, ജോലിക്ക് ഇത്രയും നാൾ പോയവർക്ക് തന്നെ റെക്കമെൻഡേഷൻ ഇല്ലാതെ ജോലി കിട്ടണില്ല, പിന്നെ നീ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നിനക്ക് കിട്ടുമോ, റെക്കമെൻഡേഷൻ ഞാൻ വേണമെങ്കിൽ എൻ്റെ സാറിനോട് പറയാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അപ്പോഴത്തെ ഇതിൽ ഞാൻ പറഞ്ഞു എനിക്ക് ആരുടെ റെക്കമെൻഡേഷൻ വേണ്ട, എനിക്ക് മാതാവായിട്ട് എനിക്ക് ജോലി തരുമെന്നുണ്ടെങ്കിൽ ഞാൻ പോവുള്ളൂ. അപ്പം ഞാൻ ഇടയ്ക്ക് ഞാൻ 1-2-3 വർഷമായിട്ട് ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിൽ വേണ്ട, ഞാൻ ട്യൂഷൻ എടുത്ത് ഞാൻ പിള്ളേരെ പഠിപ്പിച്ചായാലും കുഴപ്പമില്ല, എൻ്റെ കൊച്ചിൻ്റെ സൗകര്യത്തിനനുസരിച്ചുള്ളൊരു ജോലിയും കൂടി കിട്ടാതെ ഞാൻ എന്തായാലും അവിടെ പോണ കാര്യമില്ല, കാരണം അവളുടെ സുരക്ഷയും കൂടി എൻ്റെ അടുത്താണ്. അപ്പം അത് കാരണം ഞാൻ എന്തായാലും
ഇവളുടെ സ്കൂളിൽ തന്നെ ജോലി കിട്ടിയാലേ ഞാൻ എന്തായാലും പോവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ് നിൻ്റെ അങ്ങനെ വിശ്വാസം അതാണെങ്കിൽ അങ്ങനെ തന്നെ പോട്ടെ എന്ന് പറഞ്ഞ് പുള്ളി പിന്നെ അതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ല. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് ചെന്ന് അവിടെ ചെന്ന് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ ഓഫീസിൽ കയറിയത്. അവിടെ ചെന്ന് പ്രിൻസിപ്പളായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പ്രിൻസിപ്പൾ എന്നോട് ചോദിച്ചാൽ എന്താണ് മോളുടെ സാലറി എക്സ്പെക്റ്റേഷൻ എന്ന് ചോദിച്ചാൽ ഞാൻ എനിക്കൊരു എക്സ്പെക്റ്റേഷനും ഇല്ല. എനിക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ എൻ്റെ മോളുടെ സൗകര്യത്തിനനുസരിച്ച് എനിക്കൊരു സ്ഥലത്ത് ജോലിക്ക് വരണം. ക്രിസ്ത്യൻ സ്ഥാപനമായി കഴിഞ്ഞാൽ എനിക്ക് അത്രയും സൗകര്യം. കാരണം ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ മാസാദി വെള്ളിയാഴ്ചകളിൽ കുർബാന ഉണ്ടാവും, നമ്മുടെ കുമ്പസാരം അതെല്ലാം പ്രോപ്പറായിട്ട് നടക്കും. അപ്പോൾ ഇതെല്ലാം പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ എന്തായാലും ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ കിട്ടുന്നത് അതിന് വേറൊരു നല്ല കാര്യമില്ല എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞ് ശരി മോള് പൊക്കോ, വിളിക്കാം, എന്താണെന്ന് ഞങ്ങൾ ഫൈനലൈസ് ചെയ്തിട്ട് വിളിക്കാട്ടാന്ന് പറഞ്ഞ്. ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പോഴേക്കും സെൻട്രൽ സെസ്സിന്ന് എനിക്ക് ആപ്ലിക്കേഷൻ ലെറ്റർ വന്നേക്കണേണ്. അപ്പം ഞാൻ ഭയങ്കരമായിട്ടും കൺഫ്യൂസ്ഡായി. ഇവിടെയും ഈ ഇൻ്റർവ്യൂ ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നും ലെറ്റർ വന്ന് ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ മോനെ, എന്തായാലും 3 ദിവസത്തിനുള്ളിൽ മാതാവ് ഇതിന് ഉത്തരം തരുമെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് 3 ദിവസം കറക്റ്റ് 3 ദിവസം കഴിഞ്ഞ് ഞാൻ മോളെ വിളിക്കാനായിട്ട് സ്കൂളിൽ ചെന്ന് നിൽക്കുമ്പോൾ പ്രിൻസിപ്പൾ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറയണേ മോള് കൊച്ചിനെ വിളിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ടുണ്ട്, മോളെ ഞങ്ങൾ ലാബ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യണേട്ടാന്ന് പറഞ്ഞ്. ഈ മാർച്ച് തുടങ്ങി മോള് ട്രെയിനിങ്ങിനായിട്ട് വന്നു, ബാക്കിയൊക്കെ നമുക്ക് അപ്പം നോക്കാം, മോള് ധൈര്യമായിട്ട് പോരിട്ടാന്ന് പറഞ്ഞ് എന്നെ വിളിച്ച്. അങ്ങനെ എന്നെ അവിടുത്തെ ലാബ് അസിസ്റ്റൻ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത് ഇപ്പം ഞാൻ 3 മാസമായിട്ട് അവിടെ വർക്ക് ചെയ്യണേണ്. ഇപ്പം എനിക്ക് ഡെയിലി എൻ്റെ മോളുടെ ഒപ്പം പോയി വന്ന് എല്ലാ സൗകര്യത്തിനനുസരിച്ച് എനിക്ക് മാതാവ് എനിക്ക് ഒരുക്കി തന്ന്. ഞങ്ങൾ കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയാണ് ഞാനും എൻ്റെ കൊച്ചും വണ്ടി കയറണത് തന്നെ. കറക്റ്റ് വിശ്വാസ പ്രമാണം 7 സ്വർഗസ്നായ ചൊല്ലി തീരുമ്പോൾ ഞങ്ങൾ സ്കൂളിലെത്തും. തിരിച്ചും അങ്ങനെ തന്നെ. ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് മാതാവ് തന്നതിന് ഒത്തിരി നന്ദി. ഇന്നിപ്പം ഞാൻ ഓൺലൈൻ ഉടമ്പടി മാറ്റി ഞാൻ നേരിട്ട് തീർത്ഥാടന ഉടമ്പടി എടുത്തേക്കണേണ്. എനിക്ക് മാതാവ് ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന് ഇനിയും സാക്ഷ്യം പറയാനുള്ള അവസരം തരട്ടെ എന്ന്. അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. ഈ അൾത്താരയിൽ ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ സാക്ഷ്യം പറയാൻ കയറുന്നത്. എന്നെ ഇതിനു വേണ്ടി ഒരുക്കി എൻ്റെ മാതാവിന് 1000 കോടി നന്ദി ഞാൻ അറിയിക്കുന്നു. എൻ്റെ പേര് രമ്യ, ഇതെൻ്റെ ഹസ്ബൻഡ് സതീഷ് കുമാർ. ഞങ്ങളുടെ വീട് ഹരിപ്പാടാണ്. ഞങ്ങൾ UK സെറ്റിൽഡാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 7ാം മാസമാണ്. അതിനുശേഷം 23 ജനുവരിയിൽ ഞങ്ങൾ UK പോയി. അന്നു മുതൽ ഞങ്ങൾ മാതാവിൻ്റെ പൂർണ്ണമായിട്ടുള്ള കരുതലിലാണ് ഞങ്ങൾ ജീവിച്ചു വന്നിരുന്നത്. ഇത് കഴിഞ്ഞ മാർച്ചിൽ ഞാൻ വന്നൊരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. അതിനുശേഷം ഇതിപ്പോൾ അർജൻറ്റായിട്ട് ഞങ്ങൾ എമർജൻസിക്ക് നാട്ടിൽ വന്നതാണ്. കഴിഞ്ഞ മാസം ജൂലൈയിൽ 7ാം തീയതി എൻ്റെ ഹസ്ബൻഡിന് UK വെച്ച് ഭയങ്കര ഒരു കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി. ഞാനന്ന് ഡ്യൂട്ടിയിലായിരുന്നു, എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നെ വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞു ഇതേപോലെ എനിക്ക് നെഞ്ചുവേദന എടുക്കുന്നുണ്ട്, നെഞ്ചുവേദന വന്നിട്ട് താടിയലിലേക്ക് ആ വേദന ഇങ്ങനെ വരുന്നുണ്ട്, വന്നും പോയി നിൽക്കുകയാണ്. അപ്പം ഹസ്ബൻഡിന് BP ഉള്ളതാണ്, പക്ഷേ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യനാണ്. അപ്പം പെട്ടെന്ന് ഇപ്പോൾ ഇങ്ങനെ വേദന വന്നപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോരേന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാലും ഒരു 10-14 മണിക്കൂറോളം എടുക്കും ഒരു ഡോക്ടറിനെ കണ്ട് കാഷ്വാലിറ്റിയിലൊന്ന് കാണണമെങ്കിൽ. അപ്പം ഹസ്ബൻഡ് നേരത്തെ അങ്ങനെ വന്നിരുന്നത് കൊണ്ട് വരാൻ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ ഇരുന്ന്, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഹസ്ബൻഡ് തൈലം, നമ്മുടെ ഉടമ്പടി തൈലം നെഞ്ചിൽ തൊട്ട് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. വേദന ഇങ്ങനെ വന്നും പോയിരുന്നു. അപ്പോൾ മക്കൾ കാലും കൈയൊക്കെ തടയി കൊടുത്ത് അവരെല്ലാവരും കിടന്നുറങ്ങി. ഒരു 3 മണി രാത്രിയായപ്പോൾ ഹസ്ബൻഡ് ഭയങ്കര കലശലായിട്ടുള്ള നെഞ്ചുവേദന വന്നു. അപ്പം ആരും അടുത്തില്ല. അപ്പം പെട്ടെന്ന് ഹസ്ബൻഡ് കട്ടിലേന്ന് എണീറ്റപ്പോൾ ഹസ്ബൻഡ് നെഞ്ചൊക്കെ ഇങ്ങനെ അങ്ങ് നെഞ്ചിൽ നിന്നുള്ള വേദന കയ്യിലേക്കും താടിയിലേക്കും വന്നു. ഹസ്ബൻഡ് ശരീരം വല്ലാതെ വന്നപ്പോൾ ഹസ്ബൻഡ് പെട്ടെന്ന് വന്നു മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ വന്ന് തൈലമെടുത്ത് നെഞ്ചിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എന്നിട്ട് മാതാവിൻ്റെ മുമ്പിലെ സോഫയിൽ കിടന്നു. എന്നിട്ട് മാതാവിനോട് പറഞ്ഞു
കാത്തോളനെ മാതാവേ എന്ന് പറഞ്ഞിട്ട് ആ സോഫയിൽ കിടന്നു. പിറ്റേന്ന് അപ്പം രാത്രിയിലൊന്നും എന്നെ വിളിച്ചില്ല. ഞാൻ തിരക്കുമായിരുന്നുകൊണ്ട് ഞാൻ തിരിച്ചും വിളിച്ചില്ല. ഞാൻ വിചാരിച്ച് ഉറങ്ങുമായിരിക്കും, വിളിക്കേണ്ടെന്ന് കരുതി. പിറ്റേന്ന് രാവിലെ ഞാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഇന്നലെ രാത്രി ഭയങ്കര നെഞ്ചുവേദന വന്നു. പക്ഷെ ഞാൻ തൈലം എടുത്ത് നെഞ്ചി തൊട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് മാതാവിനെ കാത്തു. പക്ഷേ എനിക്ക് വേദന വരുന്നുണ്ട്, ഇടയ്ക്ക് വന്നും പോയി നിൽക്കുന്നുണ്ട്, പക്ഷേ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ രാവിലെ നമുക്ക് പോകാം ഹോസ്പിറ്റലിൽ. അപ്പോൾ എൻ്റെ 3ാമത്തെ നൈറ്റാണ്. അപ്പോൾ ഞാൻ ഭയങ്കര ക്ഷീണിച്ചാണ് വന്നത്. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, വേണ്ട, നൈറ്റ് കഴിഞ്ഞ് വന്നതല്ലേ, നീ പോയി കിടന്ന് ഉറങ്ങിക്കോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മക്കളും സ്കൂളിൽ പോയി, ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഞാൻ കിടന്നുറങ്ങുവാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം 4 മണിയായപ്പോൾ മക്കൾ സ്കൂളിൽ നിന്ന് വന്ന്. അപ്പം ഞങ്ങൾ ഒരു സെമി ഡിറ്റാച്ച്ഡ് ഹൗസാണ്. അപ്പം 3ാമത്തെ ഫ്ലോറിലാണ് താമസിക്കുന്നത്. ലിഫ്റ്റൊന്നുമില്ല, 3 നിലയുള്ള വീടാണ്. അപ്പം മെയിൻ ഡോറ് തുറക്കാൻ വേണ്ടി മക്കൾ വന്ന് കോൾ ബെല്ലടിച്ചു. അപ്പം ഞാൻ അറിയുന്നില്ല, ഉറങ്ങുവാണ്. അപ്പോൾ ഹസ്ബൻഡ് ചാവി എടുത്ത് താഴേക്ക് പോയി. അപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നപ്പോൾ ഹസ്ബൻഡ് ശരീരം കുഴഞ്ഞു വരുന്നു, ഊട്ട് വരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറയുന്നത്, ഇങ്ങനെ ശരീരത്തിൽ നിന്ന് കാറ്റൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ടങ്ങ് കാറ്റോ എന്തൊക്കെയോ അങ്ങ് ശരീരത്തിൽ നിന്ന് പോയിട്ട് കുഴഞ്ഞങ്ങ് സ്റ്റെപ്പയിലോട്ട് വീഴുക ഹസ്ബൻഡ്. അപ്പോൾ ഹസ്ബൻഡ് സ്റ്റെപ്പയിൽ അവിടെ അങ്ങ് ഇരുന്നു. അവിടെ ഇരുന്നിട്ട് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, മാതാവേ കാത്തോളണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ കുറച്ച് നേരം ഇരുന്നപ്പം മക്കൾ ഡോറിന് പുറത്താണ്, ഞാൻ റൂമിൽ കിടന്ന് ഉറങ്ങുകയാണ്. ആ ബിൽഡിങ്ങിൽ വേറെ ആരുമില്ല, എല്ലാവരും ജോലിക്ക് പോയേക്കുവാണ്. ഹസ്ബൻഡ് ഒറ്റയ്ക്ക് ആ സ്റ്റെപ്പിലിരിക്കുക. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് എണീറ്റു, പോയി ഡോറ് തുറന്നു കൊടുത്തു. അപ്പം മക്കൾ അറിയുന്നില്ല ഹസ്ബൻഡിന് ബുദ്ധിമുട്ടുള്ള കാര്യം. അവർ ഓടിക്കയറി പോരുന്നു. ഹസ്ബൻഡ് ആ സ്റ്റെപ്പിൽ കുറച്ച് നേരം കൂടി ഇരുന്ന് എന്നിട്ട് പതിയെ ഹസ്ബൻഡ് പറഞ്ഞു, ഹസ്ബൻഡ് അറിയില്ല എങ്ങനെയാണെന്ന്. ഹസ്ബൻഡിനെ ആരോ താങ്ങി ഹസ്ബൻഡ് വീണ്ടും തിരിച്ച് ആ സ്റ്റെപ്പ്, ആ 3 നില വീണ്ടും കയറി മേളി വന്നു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ എൻ്റെ മാതാവ് ഇങ്ങനെ താങ്ങി പിടിച്ചേക്കുന്ന പോലെയാണ് ഹസ്ബൻഡ് ഫീൽ ചെയ്തത്. തിരിച്ച് മേളിൽ വന്നു. ഞാൻ ഉറങ്ങുമായിരുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതേപോലെ എനിക്ക് ശരീരം കുഴഞ്ഞു വന്നു, എനിക്കിതേപോലെ വയ്യാതായി, പക്ഷേ എനിക്കറിയില്ല, എന്നെ മാതാവ് ഇങ്ങനെ താങ്ങി പിടിച്ചു. ഞാൻ ചോദിച്ചു, എങ്ങനെ തിരിച്ച് മേള് 3 നില കയറി വന്നെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, എനിക്കറിയില്ല, എന്നെ താങ്ങി പിടിച്ച് ഞാൻ മേളിലെത്തിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാം. അപ്പോൾ ഹസ്ബൻഡിന് അവിടുത്തെ ഹോസ്പിറ്റലിൽ പോകാൻ ഒട്ടും ഇഷ്ടമില്ല. അവിടെ വെയിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര വയ്യെങ്കിലും വെയിറ്റിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞില്ല, നമുക്ക് രാത്രി പോകാം. അപ്പം മാതാവിനറിയാം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന്. പെട്ടെന്ന് ഒരു ഫ്രണ്ട് വിളിച്ചപ്പം പറഞ്ഞു, ഇതേപോലെ നെഞ്ചുവേദനയാണ്, ഹോസ്പിറ്റലിൽ പോയിരിക്കാൻ പറഞ്ഞു, പെട്ടെന്ന് റെഡി ആയിക്കോ, ഞാൻ വന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പുള്ളി വന്നു, പെട്ടെന്ന് കാറിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആദ്യത്തെ ECG, അപ്പം നെഞ്ചുവേദന ചെന്നപ്പോഴും നെഞ്ചുവേദന വന്നും പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ECG എടുത്തു, ബ്ലഡ് എടുത്തപ്പോഴത്തേക്ക് അതിനകത്ത് ട്രോപ്പോണിനൊക്കെ നമുക്ക് ബിലോ 100 വരേണ്ടടുത്ത് പുള്ളിക്ക് അന്നേരം 250 ആണ് കാണിക്കുന്നത്. പിന്നെ ECGക്കകത്തും വേരിയേഷൻ കാണിക്കുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് അറ്റാക്കിൻ്റെ സിംറ്റംസ് ആണല്ലോ കാണിക്കുന്നത്, എല്ലാ അരമണിക്കൂർ കൂടുമ്പോഴും ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ പെട്ടെന്ന് റീസസിലേക്ക് മാറ്റി ബ്ലഡ് ചെക്ക് ചെയ്യുന്തോറും ഇതിങ്ങനെ കൂടി വരികയാണ്. അപ്പം ഹസ്ബൻഡ് ബാക്കി ടെസ്റ്റ് എല്ലാം ഡോക്ടർ നോക്കിയിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു, പുള്ളിക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ വലിയൊരു മാസീവായിട്ടുള്ള കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചു കഴിഞ്ഞു, അത്രയും വലിയൊരു അറ്റാക്ക് കഴിഞ്ഞു. പിന്നെ പിറ്റേന്ന് ഇന്നത്തെ ദിവസം ഹസ്ബൻഡ് കുഴഞ്ഞു വീണു. പക്ഷേ ഭയങ്കര അത്ഭുതം എന്ന് പറയുന്നത്, ഇത്രയും വലിയൊരു അറ്റാക്ക് സംഭവിച്ചു, ഇത്രയും ശരീരം കുഴഞ്ഞ് വീഴുകയും ചെയ്ത മനുഷ്യൻ ഒരു കുഴപ്പമില്ലാണ്ട് ഇരിപ്പുണ്ട് ഇപ്പോഴും എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അഡ്മിറ്റ് ചെയ്യാം, ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. ആൻജിയോഗ്രാം ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. അന്നേരം ഹസ്ബൻഡിന് ആൻജിയോഗ്രാം ചെയ്യാൻ ഇഷ്ടമല്ല. ഹസ്ബൻഡ് പറഞ്ഞു, എനിക്ക് വേണ്ട, വീട്ടിൽ പോയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറയുന്നത്, എന്നെ മാതാവ് കാത്തോളൂ, എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് വീട്ടിൽ പോയാൽ മതി, എനിക്ക് ഇവിടെ അങ്ങ് നിൽക്കേണ്ട. അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ അഡ്മിറ്റാക്കി. അത് കഴിഞ്ഞിട്ട് ബ്ലഡ് നോക്കുമ്പം വന്നപ്പോൾ ഈ 250 കിടന്ന ബ്ലഡ് കൂടി 750 എത്തി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു മാസീവ് അറ്റാക്ക് ഉണ്ടായി, നെക്സ്റ്റ് അറ്റാക്കിൻ്റെ വിൻഡോ പീരീഡാണിത്, അടുത്ത അറ്റാക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് അറ്റാക്കിൽ പുള്ളി മരിച്ചു പോകുമെന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് നിങ്ങൾ ആൻജിയോഗ്രാം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ പുള്ളിയെ ആൻജിയോഗ്രാമിനെടുത്തപ്പോഴും ഞാനപ്പം എൻ്റെ കയ്യിൽ തൈലം ഉണ്ടായിരുന്നു, തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ആൻജിയോഗ്രാമിൻ്റെ കാത്ത് ലാബിലേക്ക് വിടുന്നത്. അപ്പം അകത്ത് കയറ്റി ചെയ്തിട്ട് ഡോക്ടർ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, അപ്പം ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെയാണ്. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, രമ്യ എത്രയും പെട്ടെന്ന് ബൈപ്പാസ് ചെയ്യണം, പുള്ളിയുടെ ഹാർട്ടിൻ്റെ 3 വെസൽസ്, നമ്മുടെ ഹാർട്ടിൻ്റെ കൊറോണറി ആർട്ടറീസ് എന്ന് പറഞ്ഞ് മസിലിന് സപ്ലൈ കൊടുക്കുന്ന ആർട്ടറീസ് ഫുള്ള് ബ്ലോക്കാണ്, എല്ലാ ആർട്ടറീസും 100% ബ്ലോക്കാണ്. എത്രയും പെട്ടെന്ന് ബൈപ്പാസ് ചെയ്തില്ലെങ്കിൽ പുള്ളി മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വേണം. അത് നമ്മുടെ ഇവിടുത്തെ പോലെയൊന്നും അല്ല, UK എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 1 year വെയിറ്റ് ചെയ്യണം ഒരു ബെഡ് കിട്ടണമെങ്കിൽ. അപ്പം പറഞ്ഞു, എത്രയും പെട്ടെന്ന് വേറെ ഹോസ്പിറ്റലിൽ ബെഡ് അറേഞ്ച് ചെയ്യാം,
എത്രയും പെട്ടെന്ന് വേണം. അപ്പോൾ ഹസ്ബൻഡ് ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ല. ഹസ്ബൻഡ് പറയുന്നത് എന്നെ മാതാവ് നോക്കിക്കൊള്ളും, എനിക്ക് ബൈപ്പാസ് ഒന്നും വേണ്ട, എനിക്ക് വീട്ടിൽ പോയാൽ മതിയെന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഇരിക്കുന്ന ഒരാളെ വീട്ടിൽ പറഞ്ഞു വിട്ടാൽ വീട്ടിൽ ചെന്ന് അടുത്ത അറ്റാക്കിന് മരിച്ചു പോകും, അതുകൊണ്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം പെട്ടെന്ന് എൻ്റെ ഹോസ്പിറ്റലിൽ കാർഡിയാക്കിൻ്റെ സർജറി നടക്കത്തില്ല, വേറെ ഹോസ്പിറ്റലാണ്. പെട്ടെന്ന് അവിടെ വിളിച്ചു പറഞ്ഞു അവർ ബെഡ് അറേഞ്ച് ചെയ്യുന്നു, ഡോക്ടേഴ്സ് എല്ലാം ഇവിടുന്ന് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അയക്കുന്നു, അവരെല്ലാം ചെയ്തു. ബെഡ് റെഡിയായി, 2 ഡേയ്സിനുള്ളിൽ ബെഡ് റെഡിയാക്കി, ഡോക്ടേഴ്സ് വില്ലിങ് ആയി. പക്ഷേ ഹസ്ബൻഡ് മാത്രം സമ്മതിക്കുന്നില്ല. അപ്പോൾ കൗൺസിലിങ്ങിന് ആൾക്കാർ വന്ന് അവർ സംസാരിക്കുന്നു, ഹസ്ബൻഡ് ഒരു വ്യക്തി. അപ്പോൾ ഞങ്ങളെല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് സമ്മതിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത്രയും ചെറുപ്പം, ഇനി ഒരു അറ്റാക്ക് വന്നാൽ മരിച്ചു പോകും, ഹസ്ബൻഡ് മക്കൾ ഭാര്യയൊക്കെ ഇല്ലേ, ഇവരെ നോക്കണ്ടേ, എന്താണ് സമ്മതിക്കാത്ത. പറഞ്ഞ് എന്നെ മാതാവ് കാത്തോളും, എനിക്ക് സർജറി വേണ്ട, ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. അവസാനം ഡോക്ടേഴ്സ് പറഞ്ഞു പേഷ്യൻ്റ് വില്ലിങ് അല്ലേ, സർജറി ചെയ്യാൻ പറ്റില്ല, അങ്ങനെ സ്റ്റെൻറ്റ് ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ കൊണ്ടുപോയി സ്റ്റെൻറ്റ് ഇട്ടു. അപ്പോൾ സ്റ്റെൻറ്റ് ഇടാൻ വേണ്ടി കൊണ്ടുപോയപ്പം ഫുള്ള് ബ്ലോക്കാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മാക്സിമം സ്റ്റെൻറ്റ് ഇടാൻ നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പം ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയിൽ മാത്രം 2 സ്റ്റെൻറ്റ് ഇട്ടു. അപ്പോഴത്തെ ഹസ്ബൻഡിന് വീണ്ടും നെഞ്ചുവേദന വന്നു, ബാക്കി സ്റ്റെൻറ്റ് ഇടാൻ പറ്റില്ല. അന്നേരം പറഞ്ഞു ബാക്കി നമുക്ക് സ്റ്റേജായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ റൂമിലേക്ക് കൊണ്ടുവന്നപ്പം ഹസ്ബൻഡ് റൂമിൽ വന്നു കഴിഞ്ഞിട്ടും ഹസ്ബൻഡ് പ്രാർത്ഥിക്കുകയാണ് മാതാവിനോട് എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു വീട്ടിൽ വിടാൻ പറ്റത്തില്ല, നാട്ടിൽ പോകണമെന്ന് പറഞ്ഞ് നാട്ടിലേക്ക് ട്രാവൽ അലവൻസ് തരത്തില്ല, കാരണം ഫ്ലൈറ്റിൽ കയറിയ പ്രഷർ വേരിയേഷൻ വരുമ്പോഴത്തേക്ക് അപ്പം തന്നെ ഹാർട്ട് പൊട്ടി ഹസ്ബൻഡ് മരിച്ചു പോകും. അപ്പം സിസ്റ്റത്തിൽ ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഹസ്ബൻഡ് വിത്തിൻ മന്ത്സ് ഹസ്ബൻഡ് മരിച്ചു പോകുമെന്നാണ് സിസ്റ്റത്തിൽ അവർ ഡോക്യുമെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം, ഇത്രയും നാളും എന്നെ കരുതിയത് മാതാവ് തന്നെയാണ്, ഞങ്ങളെ കരുതിയതും കാത്തതും ഒക്കെ, ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം, എൻ്റെ ഹസ്ബൻഡ് ഒരാപത്ത് പോലും വരുത്തരുതെന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഹസ്ബൻഡ് പ്രാർത്ഥിച്ചിട്ട് മൊബൈൽ തുറന്നപ്പം കോഴിക്കോട്ടുള്ളൊരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറിൻ്റെ ഒരു ക്ലാസ് പെട്ടെന്ന് കാണുകയും അപ്പം പെട്ടെന്ന് ആ ഡോക്ടറിനെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു, എനിക്ക് ഇതേപോലെയാണ്, എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇപ്പം ട്രാവൽ ചെയ്യേണ്ട, 3 ആഴ്ച കഴിഞ്ഞിട്ട് ട്രാവൽ ചെയ്താൽ മതി, അപ്പം അവിടുന്ന് ആണെങ്കിൽ ട്രാവൽ ചെയ്യരുതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു 3 ആഴ്ച കഴിഞ്ഞിട്ട് ട്രാവൽ ചെയ്യും, നാട്ടിൽ വാ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഡിസ്ചാർജായി ഞങ്ങൾ വീട്ടിൽ വന്നു. പക്ഷേങ്കിൽ ഹസ്ബൻഡ് എപ്പോഴും ഈ നെഞ്ചുവേദന വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇടയ്ക്ക് ഡോക്ടേഴ്സ് സ്ട്രൈക്കായി. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ആരെയും കാണാൻ പറ്റാത്തൊരവസ്ഥയായി. പെട്ടെന്ന് ഇവിടെ വിളിച്ചു. അപ്പം എല്ലാവരും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഓൾറെഡി സർജറി ചെയ്യാത്തതിന് എല്ലാവരും ഞങ്ങളോട് എതിർപ്പായി, ദേഷ്യപ്പെട്ട് ഞങ്ങളോട് സംസാരിച്ചു. നിങ്ങളിങ്ങനെ ഞാൻ ഈ ഫീൽഡിലായിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഹസ്ബൻഡിൻ്റെ കൂടെ നിൽക്കുന്നു, ഹസ്ബൻഡ് അറിയാത്തത് കൊണ്ടായെന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് അതേപോലെ കാർഡിയോളജി എല്ലാവരും വന്നിട്ട് എൻ്റെ ഫ്രണ്ട്സും ഒക്കെ പറയാണ് ഒരു കാരണവശാലും ഹസ്ബൻഡിൻ്റെ കളിക്ക് കൂട്ട് നിൽക്കരുത്, ഹസ്ബൻഡ് ഫ്ലൈറ്റിൽ കയറിയ നിങ്ങൾ കൊച്ചിയിൽ ഇറങ്ങില്ല, നിങ്ങൾ ഇവിടുന്ന് പൊങ്ങുന്ന സമയത്ത് ഹസ്ബൻഡ് മരിച്ചു പോകും. അപ്പോൾ ആ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആൾക്കാർ കുഴഞ്ഞു വീണും ഫ്ലൈറ്റിലിരുന്നും ഒക്കെ അറ്റാക്കിൽ മരിക്കുന്നു എന്നും പറഞ്ഞ് അങ്ങ് ഒത്തിരി ന്യൂസ് വരും. അപ്പോൾ എല്ലാവരും അതാണ് ഞാൻ കിട്ടുവരുന്നത്, നിങ്ങളിത് കാണുന്നില്ലേ, പോകരുതെന്ന്. പക്ഷേ ഹസ്ബൻഡും മാതാവിനെ മുറുകെ പിടിച്ചു, നാട്ടിൽ വരണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. അപ്പം ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പേ തൈലം തൊട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. കാശുരൂപം എൻ്റെ കഴുത്തേ കിടന്ന കാശുരൂപം ഹസ്ബൻഡ് കഴിഞ്ഞാൽ മുറുക്കി പിടിച്ചു കൊടുത്തു. എന്നുവെച്ചാൽ ഫ്ലൈറ്റ് പോകുമ്പോൾ എനിക്കറിയില്ല എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു കാശുരൂപം മുറുക്കി പിടിച്ചോണം, മാതാവിനെ മുറുക്കെ വിളിച്ചോണമെന്ന് പറഞ്ഞു. എന്നിട്ട് തൈലവും ഒക്കെ തേച്ചു, തേൻ നാവിൽ കൊടുത്തു. ഞങ്ങളെല്ലാവരും ചുറ്റും നിന്ന് പ്രാർത്ഥിച്ചു. മുറുക്ക് പിടിച്ച ഞങ്ങൾ ഇരുന്നത്, ഒന്നും സംഭവിക്കരുത്. പക്ഷേ ഫ്ലൈറ്റ് പൊങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയതും ഹസ്ബൻഡ് ആ ഇരിക്കുന്ന കൂട്ട് തന്നെ ഇരിപ്പുണ്ട്, ഒരു കുഴപ്പവും സംഭവിച്ചില്ല. ഹസ്ബൻഡ് പറഞ്ഞു നിങ്ങളെന്തിനാ പേടിക്കുന്നത്, മാതാവല്ലേ എൻ്റെ കൂടെ ഉള്ളത്, നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിറങ്ങി. പിറ്റേ ദിവസം ഇവിടെ വന്നു, ഞങ്ങൾ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. ഇവിടുന്ന് പത്രമൊക്കെ മേടിച്ച് ഹരിപ്പാട് ഹോസ്പിറ്റലൊക്കെ കൊണ്ടു ചെന്ന് എല്ലാവർക്കും കൊടുത്തു. അതിനുശേഷം കോഴിക്കോട് ഹോസ്പിറ്റലിൽ പോയി ആൻജിയോഗ്രാം ചെയ്തു. ആൻജിയോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് തന്നെ എക്കോ ചെയ്തപ്പോഴേ ഡോക്ടർ പറഞ്ഞു പുള്ളിക്ക് എക്കോ ചെയ്യുമ്പോൾ EF എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ ഫംഗ്ഷൻ, അത് പുള്ളിക്ക് അവിടെ വെച്ച് ചെയ്തതിൻ്റെ റിപ്പോർട്ടൊക്കെ അയച്ചതിനകത്ത് 55% ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് ചെയ്തപ്പോൾ പറഞ്ഞു 65% ഉണ്ട്, പുള്ളിയുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ നല്ലപോലെ പമ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ റിപ്പോർട്ട് ഫുള്ള് ഡോക്ടർ കണ്ടുകൊണ്ട് ഡോക്ടറിന് അറിയാം ഇത് മുഴുവൻ ബ്ലോക്ക്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മാക്സിമം നമുക്ക് ഈ ബ്ലോക്കൊക്കെ മാറ്റാൻ നോക്കാം, ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ആൻജിയോഗ്രാം ചെയ്യാൻ കയറ്റിയിട്ട് ഡോക്ടർ എന്നോട് വന്നിട്ട് പറഞ്ഞത് നിങ്ങൾ ഈ അയച്ചു തന്ന റിപ്പോർട്ടുകളൊക്കെ ശരിക്കും കറക്റ്റാണോ എന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്. കാരണം പുള്ളിക്കിപ്പം അവിടുന്ന് കാണിച്ചു തന്ന ബ്ലോക്കുകളൊന്നും കാണുന്നില്ല. ഒരു ലെഫ്റ്റ് കൊറോണറി ആർട്ടറിയില്ല 2 സ്റ്റെൻറ്റ് ഇട്ടിട്ടുണ്ട്, അത് നല്ലപോലെ പമ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ റൈറ്റ് കൊറോണറി ആർട്ടറിയില്ല, അത് 100% ബ്ലോക്കാണ്, അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അത്ഭുതം ഇതൊന്നും അല്ല, ആ
നമ്മളിപ്പം സർജറിക്ക് ബൈപ്പാസ് ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണോ ഒരു പുതിയൊരു ആർട്ടറി അതിൻ്റെ സൈഡിൽ കൂടെ വന്ന് സർക്കുലേഷൻ കൊടുക്കുന്നത്, അതേപോലെ തന്നെ ഒരു പുതിയ ബൈപ്പാസ് ദൈവം തന്നെ ക്രിയേറ്റ് ചെയ്ത് അവിടെ ഒരു ബൈപ്പാസ് ഇപ്പോൾ ഉണ്ട്. ആ റൈറ്റ് കൊറോണറി ആർട്ടറി ഇപ്പം 100% ബ്ലോക്ക് ആണെങ്കിൽ 100% പമ്പ് ചെയ്യുന്ന ഒരു ബൈപ്പാസ് അതിൻ്റെ സൈഡിൽ കൂടെ ദൈവം തന്നെ നിങ്ങൾക്ക് ബൈപ്പാസ് ചെയ്ത് തന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഡോക്ടർ തന്നെ പറയാണ്, എനിക്ക് തന്നെ അത്ഭുതം കൊണ്ടുപോയി, ഇത്രയും വലിയ അറ്റാക്ക് വന്ന ഹാർട്ടാണ്, ഈ ഹാർട്ട് കണ്ടാൽ പറയത്തില്ല, ഈ ഹാർട്ട് നല്ലപോലെ പമ്പ് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല ഈ ഹാർട്ടിന്. പിന്നെ നടുക്ക് മാത്രം ഒരു ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്, അതിന് മാത്രം ഒരു സ്റ്റെൻറ്റ് ഇടാന്ന് പറഞ്ഞു, വേറെ എങ്ങും ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഡോക്ടർ തന്നെ പറയായിരുന്നു, എന്തുകൊണ്ടും നിങ്ങൾ ബൈപ്പാസ് ചെയ്യാതിരുന്നത് നന്നായി. അപ്പോൾ എനിക്ക് അത്രയും നാളായിട്ട് മനസ്സിലായിരുന്നില്ല എന്താണ് ഹസ്ബൻഡ് ഇത്ര മുറുകെ പിടിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ, മാതാവ് ഹസ്ബൻഡിനെ കൊണ്ട് പറയിക്കുന്നതാണ് ബൈപ്പാസ് ചെയ്യരുത്, നീ ചെയ്യരുത്, നീ സമ്മതിച്ച് കൊടുക്കരുതെന്ന്. കാരണം വെച്ചാൽ ഡോക്ടർ പറയുമായിരുന്നു, ഇത്രയും നല്ലപോലെ വർക്ക് ചെയ്യുന്ന ഹാർട്ടിനകത്ത് ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിജക്റ്റ് ചെയ്തു പോവും, അത് ആ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുന്നത് റിജക്റ്റ് ചെയ്തിട്ട് ആ ഹാർട്ട് ഫെയിലിയറായിട്ട് ഹസ്ബൻഡ് മരിച്ചു പോവും. അപ്പം ഒരു കാരണവശാലും ബൈപ്പാസ് ചെയ്യാൻ പാടില്ലാത്ത ഹാർട്ടാണിത്, ഒരു കുഴപ്പമില്ല, 100% വർക്ക് ചെയ്യുന്നു, ഇത്രയും വലിയൊരു അറ്റാക്ക് വന്ന ഹാർട്ടാണ്, ഈ ഹാർട്ട് കണ്ടാൽ പറയത്തില്ലെന്ന് പറഞ്ഞു. അതേപോലെ മെഡിസിൻസ് എല്ലാം കുറച്ച്, അതേപോലെ ഞങ്ങൾ അവിടെ അഡ്മിറ്റായി കിടന്നപ്പോൾ തന്നെ ഇവിടുന്ന് ഞങ്ങൾ പത്രം കോഴിക്കോട് കൊണ്ടുപോയായിരുന്നു. അപ്പോൾ അവിടെ കൊണ്ടുചെന്ന് അവിടെ ഹോസ്പിറ്റലും അവിടെ എല്ലാവർക്കും കൊടുത്തു. അപ്പം അവിടുത്തെ ഒരു നേഴ്സിംഗ് മാനേജർ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് പേഷ്യൻ്റെ സ്റ്റാറ്റസ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് റൂമിൽ വന്നു. അപ്പോൾ സംസാരിച്ച് വന്നപ്പം ജോമി എന്നാണ് നേഴ്സിംഗ് മാനേജറുടെ വരെ. അപ്പം ഇവിടെ ഉടമ്പടി എടുത്തതാണ് നേഴ്സിംഗ് മാനേജർ. അപ്പം ഞങ്ങളോടെല്ലാം സംസാരിച്ചപ്പോൾ കാശ് രൂപമൊക്കെ കൊടുത്തപ്പോൾ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ പുള്ളിക്ക് ട്രാവൽ ചെയ്യാൻ പാടായതുകൊണ്ട് ഞങ്ങൾ വന്ദേ ഭാരത് ആകുമ്പോൾ 3.5 മണിക്കൂറേ ഉള്ളൂ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്ത്, അപ്പോൾ രാവിലെ ബില്ല് അടയ്ക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് ക്രെഡിറ്റിനകത്ത് ലിമിറ്റ് ഉള്ളതുകൊണ്ട് പൈസ അടയ്ക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക്. ഇത് അടച്ചാലേ ഞങ്ങളെ ഡിസ്ചാർജും ചെയ്യത്തുള്ളൂ, 8 മണിയാകാൻ പോകുന്നു, ഞങ്ങൾക്ക് 9 മണിക്ക് ട്രെയിനുമാണ്. അപ്പോൾ ഈ സിസ്റ്റർ പെട്ടെന്ന് ഞങ്ങളെ കാണാൻ വേണ്ടി വരികയാണ്. മാതാവ് പറഞ്ഞു വിട്ടു, പുള്ളി പറയാണ്, ഞാൻ റൗണ്ട്സിന് വന്നതാണ്, എനിക്ക് പെട്ടെന്ന് തോന്നി നിങ്ങളെ വന്ന് കാണണമെന്ന്. വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതേപോലെ ബില്ല് അടയ്ക്കാൻ പറ്റുന്നില്ലെന്ന്. പെട്ടെന്ന് തന്നെ പുള്ളിക്കാർ ചെന്ന് ഫിനാൻസിൽ പറഞ്ഞു, പുള്ളിക്കാരിയുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തിട്ട് പെട്ടെന്ന് ബില്ലടച്ചു, ബില്ല് ക്ലോസ് ചെയ്തു, പെട്ടെന്ന് വണ്ടി അറേഞ്ച് ചെയ്ത് തന്ന് പെട്ടെന്ന് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ട് ഞങ്ങൾ അപ്പം തന്നെ നാട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോകേണ്ടതാണ്. എൻ്റെ കൂടെ ഇപ്പം ഈ ആരോഗ്യത്തോടെ ഈ ഹസ്ബൻഡ് നിൽക്കുന്നത് എൻ്റെ ഉടമ്പടി പ്രാർത്ഥന കൊണ്ടും എൻ്റെ മാതാവിൻ്റെ കാരുണ്യം കൊണ്ടും മാത്രമാണ്. ഞങ്ങൾ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുമ്പോൾ ഇവിടുന്ന് എപ്പോഴും പോകുമ്പം പത്രം മേടിച്ചുകൊണ്ട് പോവും, അവിടെ ചെന്ന് ഫ്രണ്ട്സിനും പിന്നെ ഞങ്ങളവിടെ പോകുന്ന പള്ളിയിലും ഒക്കെ കൊണ്ട് കൊടുക്കും. പിന്നെ എൻ്റെ പേഷ്യൻസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും അവരുടെ വേദനകളിൽ അവരോട് കൂടെ ആയിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കും. അപ്പം ഞാൻ അവിടുന്ന് വന്നപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളൂ. കാരണം വെച്ചാൽ ഇത്രയും വലിയൊരു അത്ഭുതം. കാരണം വെച്ചാൽ ലോകത്ത് എല്ലാ ദിവസവും കേൾക്കുന്നത് എല്ലാവരും കുഴഞ്ഞു വീണ് മരിക്കുന്നു, അറ്റാക്ക് വന്നു, ഉറക്കത്തിൽ മരിക്കുന്നു. എൻ്റെ ഹസ്ബൻഡിന് ഉറക്കത്തിൽ വെളുപ്പിന് 3 മണിക്ക് അറ്റാക്ക് വന്നു, പിറ്റേന്ന് കുഴഞ്ഞു വീണു. പക്ഷേ 2 സമയത്തും എൻ്റെ മാതാവ് പൂർണ്ണമായിട്ടും കരുതിയത് കൊണ്ടാണ് എൻ്റെ ഹസ്ബൻഡ് രക്ഷപ്പെട്ടത്, ഇപ്പോഴും എൻ്റെ കൂടെ ആരോഗ്യത്തോടുകൂടി നിൽക്കുന്നത്. അപ്പം ആ സാക്ഷി എനിക്കിവിടെ ഒന്ന് പറയണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ ഞാൻ വന്നു. എനിക്ക് അമൃതയിലൊരു ചെക്കപ്പ് ഉണ്ടായിരുന്നു, ഒരു സർജറി കഴിഞ്ഞ്. എൻ്റെ ചെക്കപ്പിന് പോയപ്പോൾ എനിക്ക് അർജൻറ്റായിട്ട് അടുത്ത സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രതീക്ഷിക്കാത്തതായിരുന്നു. ഇന്ന് സർജറി കിട്ടുന്ന എൻ്റെ 5ാമത്തെ ദിവസമാണ്. ഞാൻ ആ സർജറി കഴിഞ്ഞ് വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് ഞാൻ കട്ടിലേന്ന് എണീറ്റിട്ടില്ല. എനിക്ക് ഛർദിലും തലകറക്കമാണ്. അപ്പോൾ എനിക്ക് എണീക്കുമ്പം അപ്പം തന്നെ ഛർദിൽ വരും, തലകറക്കം വരും. ഞാൻ ഇച്ചിരി കരിക്കും വെള്ളം കുടിക്കും, തിരിച്ച് കിടക്കും, അതുമാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഇന്നലെയും മെനങ്ങാന്നും ഒക്കെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം എൻ്റെ വയറ്റത്ത് തേച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവേ, എനിക്ക് പോകുന്നതിന് മുമ്പ് ഈ തിങ്കളാഴ്ച ഞങ്ങൾ തിരിച്ചു പോവുകയാണ്, പോകുന്നതിന് മുമ്പ് വന്ന് എനിക്ക് ഈ സാക്ഷ്യം എങ്ങനെയെങ്കിലും എൻ്റെ മാതാവ് ഇവിടെ എത്തിക്കണം. തല കറങ്ങരുത്, എനിക്ക് ഈ അൾത്താരെ കയറി നിൽക്കുമ്പോൾ ഞാൻ തല കറങ്ങി വീഴരുത്, എനിക്ക് ഛർദ്ദിക്കാൻ തോന്നരുത്, എനിക്ക് ഇവിടെ വന്ന് നിന്ന് ഈ സാക്ഷ്യം പറഞ്ഞിട്ട് പോകാൻ എനിക്ക് പറ്റണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഇരുന്നത്. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ മാത്രം ജസ്റ്റ് എനിക്കൊരു തലകറക്കം പോലെ വന്നു. പക്ഷേ അന്നേരം അതങ്ങ് മാറി. ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ചു മാതാവിനോട്, മാതാവേ, എനിക്ക് ഞെത്തി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റണമെന്ന്. ഇവിടെ എനിക്ക് വരാൻ പറ്റി. എനിക്ക് ഇത്രയും നേരമായിട്ട് തലകറക്കവും ഇല്ല, ഛർദിലുമില്ല, ആരോഗ്യത്തോടു കൂടി നിന്ന് എനിക്ക് ഈ സാക്ഷ്യം പറയാൻ പറ്റി. അതിന് എൻ്റെ മാതാവിനും തിരുകുമാരനും 1000 നന്ദി. അതേപോലെ തന്നെ ഞങ്ങൾ 22 മുതൽ ഉടമ്പടിയിലാണ്. അന്ന് മുതൽ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യത്തിലും
നമ്മൾ ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ നമുക്കറിയില്ല അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. പക്ഷേ മാതാവിനത് പൂർണ്ണമായിട്ട് അറിഞ്ഞ് മാതാവ് നമുക്ക് മുൻപേ നടന്ന് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് ചെയ്തു തരും. അത് നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാവും. ഇപ്പം എനിക്ക് ഒന്നിനെക്കുറിച്ചും ഭയമില്ല. കാരണം വെച്ചാൽ മാതാവ് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. സങ്കീർത്തനം 91 പറയുന്ന തൊട്ട് തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചു പിടിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു ശത്രുവും നിന്നെ വന്ന് തൊടത്തില്ല, നിനക്കൊരാപത്തും വരുത്താൻ നോക്കിക്കോളും. ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്, നിൻ്റെ കാല് കല്ലിൽ തട്ടി നിനക്കൊരാപത്ത് പോലും വരാതെ കാക്കാൻ ദൈവം ദൂതന്മാരെ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. മാതാവ് നമുക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ പഠിച്ചതാണ്. ഞങ്ങൾക്കിപ്പം ഒന്നിനെക്കുറിച്ചും ആധിയില്ല. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ആധികളൊന്നുമില്ല. മാതാവ് പൂർണ്ണമായിട്ട് ഞങ്ങളെ കാത്തുകൊള്ളും. ഇനി അങ്ങോട്ടുള്ള ഞങ്ങളുടെ ഓരോ നിമിഷത്തിലും ഞങ്ങളെ കാത്തുകൊള്ളുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇത്രയും നേരെ എനിക്കിവിടെ വന്ന് ഇന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് 1000 നന്ദി മാതാവിനോട് അർപ്പിക്കുന്നു. എൻ്റെ ഹസ്ബൻഡിനെ പൂർണ്ണ ആരോഗ്യവാനായിട്ട് എനിക്ക് തിരിച്ചു തന്നതിന് മാതാവിനോട് നന്ദി പറയുന്നു. ഇനിയും ഞങ്ങൾക്ക് ഈ അൾത്താരയിൽ വന്നിരുന്ന് ഏത് വെക്കേഷൻ വന്നാലും ഇവിടെ വന്നിരുന്ന് ഈ അൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞിട്ട് പോകാൻ പറ്റണമെന്ന് മാത്രമാണ്